ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മൊഡ്യൂൾ 5 ഒരു ഏരിയ ആണ്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്നത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, റാമൻ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ നോട്ട്സും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. മൈ ചാനൽ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആണ്. നമ്മളിപ്പോൾ HSC ഫിസിക്കൽ സയൻസിൻ്റെ ഒരു സീരീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5 ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓഗസ്റ്റ് 6 നമ്മുടെ എക്സാമിനേഷൻ. ഒരു കാരണവശാലും ഡീമോട്ടിവേറ്റ് ആകാതെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കട്ടയ്ക്ക് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നോക്കാം. ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ എനർജി ലെവൽസിൽ നിദാനമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് മൈക്രോവേവ് റീജിയനിൽ റേഡിയേഷൻസ് ആഗിരണം ചെയ്യുന്നതാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം, മോളിക്യൂൾസിനകത്തുള്ള ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ ആ ഒരു ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് സ്പിൻ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു അതുപോലെ എന്തുണ്ടാവും, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ എനർജി ലെവൽസിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് അത് മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷൻസിനെ ആഗിരണം ചെയ്യും. ആ ആഗിരണം ചെയ്യുക മീൻസ് അബ്സോർബ് ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രം വരുന്ന റീജിയൻ എന്ന് പറയുന്നത് 0.1 to 10 cm raised to -1. അതായത് നമ്മൾ അതിൻ്റെ ഒരു മൈക്രോവേവ് റീജിയൻ പറയുമ്പം 1 to 300 GHz ആ ഒരു സ്പെക്ട്രത്തിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. ഇനി IR ആക്റ്റീവ് റൊട്ടേഷണൽ ട്രാൻസിഷന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് വേണം. പെർമനൻ്റ് ഡൈപോൾ മൂവ്മെൻ്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. പെർമനൻ്റ് ഡൈപോൾ മൂവ്മെൻ്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് കാണിക്കുന്നത്. പെർമനൻ്റ് ഡൈപോൾ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിക്കി, N2O2 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 2 നൈട്രജൻ ആറ്റമാണുള്ളത്, അതുപോലെ തന്നെ 2 ഓക്സിജൻ ആറ്റമാണുള്ളത്. രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഇവിടെ ചാർജ് സെപ്പറേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡൈപോൾസ് ക്രിയേറ്റ് ആവുന്നില്ല. ഇനി ഡൈപോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കി, HClൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ അങ്ങോട്ട് ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺസിനെ ക്ലോറിനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുകയും ബൈ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുക. അപ്പോൾ ഈ ബോണ്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ചെറുതായിട്ടൊന്ന് ആ ബോണ്ട് ഡിസ്ട്രോഷൻ സംഭവിക്കും. അങ്ങനെ ഇവിടെ എന്തുണ്ടായി? 2 ഡൈപോൾസ് ഉണ്ടായി, ഒരു പോസിറ്റീവ് പോളും ഒരു നെഗറ്റീവ് പോൾസും ഉണ്ടായി. ഇങ്ങനെയുള്ള 2 പോളുകളെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഡൈപോൾ മൊമെൻ്റ്, പെർമനൻ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് കാണിക്കുന്നത്. ഉദാഹരണം, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഇവയൊക്കെ എന്ന് പറയുന്നത് പെർമനൻ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസാണ്. പക്ഷേ അതേ സമയം നോക്കിക്കേ, നൈട്രജൻ O2 ഇതുപോലുള്ള ഹോമോ ന്യൂക്ലിയർ സിമെട്രിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റൊട്ടേഷണൽ എനർജി ലെവൽസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഫോർ ഡയാറ്റമിക് മോളിക്യൂൾ, ഒരു ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ എനർജി ലെവൽസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ ആണ്. EJ = BJ × J+1 പഠിക്കേണ്ടതാണ്. EJ = BJ × J+1. ഇവിടെ J എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ്. 0, 1, 2 മുതൽ അങ്ങനെയാണ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ B എന്ന് പറയുന്നത് ആക്ച്വലി h/8π² ആണ്. അതാണ് നമ്മുടെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി B എന്ന് പറയുന്നത് h/8π² ആണ് ശരിക്കും. അതിന് നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നു. ഈ ഇക്വേഷൻ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ B എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ EJ = അതായത് EJ എന്ന് പറയുന്നത് എനർജി ലെവൽ ഓഫ് എ റൊട്ടേഷണൽ എനർജി ലെവൽ എന്ന് പറയുന്നത് EJ = BJ × J+1. ഇനി ഇവിടുത്തെ I എന്താണെന്ന് നോക്കാം. I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. I μr². μ എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് മാസ്, r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. ഇവിടെ μ എന്ന് പറയുമ്പം m1m2 / m1 + m2 നമ്മുടെ റെഡ്യൂസ്ഡ് മാസ് ആണ്. എല്ലാ ഡീറ്റെയിൽസും കിട്ടിയല്ലോ.
റൊട്ടേഷൻ എനർജി ലെവൽസ് ഓഫ് എ റിജിഡ് റോട്ടഡ് മോഡലിൻ്റെ റൊട്ടേഷൻ എനർജി ലെവൽസ് എന്ന് പറയുന്നത് EJ is equal to BJ into J+1 ആണ്, where J is the rotational quantum number, B is the rotational constant. Rotational constant B ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് h divided by 8 pi square IC ആണ്. അവിടെ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μr² ആണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. എന്ന് പറയുന്നത് m1 m2 divided by m1 plus m2 ആണ്. ക്ലിയർ അല്ലേ? ഇനി സെലക്ഷൻ റൂൾസിലേക്ക് പോവാം. റൊട്ടേഷണൽ നമുക്കൊരു റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ J ഈസ് ഈക്വൽ ടു, അതായത് ഒരു റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ് J എന്ന് പറയുന്നത്. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻ്റ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് +or-1 ആവണം. Only transition between adjacent rotational levels are allowed. Transition between adjacent rotational levels മാത്രമേ അലൗഡ് ആയിട്ടുള്ളതായിരിക്കും. അതായിരിക്കും സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി സ്പെക്ട്രൽ ലൈനിൻ്റെ പൊസിഷൻ നമുക്കറിയാം. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ കേസിൽ സ്പെക്ട്രൽ ലൈനിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2b ആയിരിക്കും. അതായത് 2b ആണ് നമ്മുടെ സെപ്പറേറ്റഡ് ബൈ 2b. ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആയിരിക്കും. ആ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്പെക്ട്രൽ ലൈനിൻ്റെ പൊസിഷനിൽ ന്യൂ ഈസ് ഈക്വൽ ടു 2b into J+1 ആയിരിക്കും. അതായത് റൊട്ടേഷണൽ സ്പെക്ട്രം ഹാസ് ഈക്വലി സ്പേസ്ഡ് ലൈൻസ് ആണ്. ഈച്ച് ലൈൻസ് ആർ സെപ്പറേറ്റഡ് ബൈ 2b. ഇപ്പോൾ 2b ഡിഫറൻസ് ആയിരിക്കും. ഈ രണ്ട് ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2b ഡിഫറൻസ് ആണ്. ഇത് നമ്മുടെ 0, അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലൈനും നമ്മുടെ 0യും തമ്മിലുള്ള ഫസ്റ്റ് റൊട്ടേഷണൽ ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആയിരിക്കും. ഇതിൻ്റെ സ്പെക്ട്രൽ ലൈനിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് 2b into J+1 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിനകത്ത് ചെറുതരം ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അതാണ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ മോളിക്യൂളുകൾ പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. മീൻസ് ഈച്ച് ആൻഡ് എവറി മോളിക്യൂൾസ് എന്ന് പറയുന്നത് അവർ റിജിഡ് അല്ല. ഹൈ റൊട്ടേഷണൽ സ്പീഡ്സ് ഉള്ളത് കൊണ്ട് അതിന് ബോണ്ട് ലെങ്ത് കുറച്ച് കൂടും. റൊട്ടേഷണൽ സ്പീഡ് കൂടുമ്പം ബോണ്ട് ലെങ്ത് കുറച്ച് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ നേരത്തെ പഠിച്ച എനർജി, റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത് മാറ്റിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? നമ്മളൊരു ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റും കൂടെ ആഡ് ചെയ്യും, സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ BJ into J+1 കൂടെ മൈനസ് എന്ത് ചെയ്യണം? ആ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് DJ² into J+1 whole square. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? റൊട്ടേഷണൽ എനർജി ലെവലിലെ ഫോർ എ ഡയാറ്റമിക് മോളിക്യൂൾസിൻ്റെ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബൈ യൂസിങ് ദ ഇക്വേഷൻ BJ into J+1 എന്നായിരുന്നു. EJ is equal to BJ into J+1. അവിടെ B എന്ന് പറയുന്ന റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു, J എന്ന് പറയുന്ന റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറുമായിരുന്നു. പക്ഷേ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ ഒരു ഡിസ്റ്റോർഷൻ, സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റും കൂടി വരും. അപ്പം നമ്മൾ അദ്ദേഹത്തിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് ഒന്ന് റീറൈറ്റ് ചെയ്യുവാണ്. EJ is equal to BJ into J+1 minus DJ² into J+1 the whole square. Okay, where D is the centrifugal distortion constant. ഇനി നമുക്ക് റൊട്ടേഷണൽ കോൺസ്റ്റൻസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസും തമ്മിൽ നോക്കാം. മോളിക്കുലാർ ടൈപ്പ് ലീനിയർ ആണെങ്കിൽ, ലീനിയർ റോട്ടർ, ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് HCl, ഇതൊക്കെ ലീനിയർ ആണ്. കണ്ടോ, കാർബൺ മോണോക്സൈഡ് ഷേപ്പ് ഏതാണ്? ലീനിയർ ഷേപ്പാണ്. HCl ലീനിയർ ഷേപ്പാണ്. അപ്പോൾ ലീനിയർ ഷേപ്പ് ആണെങ്കിൽ അതിന് ഒരു റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റേ ഉണ്ടാവുള്ളൂ. ആ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് B ആണ്. ഓക്കെ, റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ എണ്ണം 1. ഇനി സിമ്മെട്രിക് ടോപ്പ് ആണെങ്കിൽ, സിമ്മെട്രിക് ടോപ്പ് എന്ന് പറയുമ്പം താഴെ നമുക്ക് 3 ഹൈഡ്രജൻ ആറ്റം വന്നു, മേളിലൊരു Cl വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സംഗതികളെയാണ് നമ്മൾ സിമ്മെട്രിക് ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ NH3യുടെ കേസിലാണെങ്കിൽ 3 ഹൈഡ്രജൻ ആറ്റം താഴെ വന്നു, മേളിലൊരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്മെട്രിക് ടോപ്പ് എന്ന്. സിമ്മെട്രിക് ടോപ്പിൻ്റെ കേസിൽ A = B, not C. അതാണ് പ്രൊലൈറ്റ് ആണെങ്കിൽ. A not equal to B equal to C ആണെങ്കിൽ ഒബ്ലൈറ്റ്. അപ്പോൾ അവിടെ 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിമെട്രിക് ടോപ്പ് 2 ടൈപ്പിൽ വരുന്നതുകൊണ്ട് പ്രൊലൈറ്റ് സിമെട്രിയും ഉണ്ട്, ഒബ്ലൈറ്റ് സിമെട്രിയും ഉണ്ട്. ഏതാണെങ്കിലും അവിടെയുള്ള റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. Aയും Bയും 1 ആയിരിക്കും, പക്ഷേ ഇവ Cയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. Bയും Cയും 1 ആയിരിക്കും, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം A. 2 സിമെട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അസിമെട്രിക് ടോപ്പ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഉണ്ട്. ആ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2O2, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O വാട്ടർ, അവിടെയാണെങ്കിൽ നമുക്ക് 3 റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ഉണ്ട്. A not equal to B not equal to C.
ഇനി സ്പെറിക്കൽ ടോപ്പ് ആണെങ്കിൽ അവിടെ A = B = C എന്ന് പറയുന്ന ഒരു റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ് ഉള്ളത്. CH4 SF6 തുടങ്ങിയവയൊക്കെ. CH4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്, SF6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോളിക്യൂൾസിൻ്റെ ടൈപ്പ് ലീനിയർ റോട്ടർ ഉണ്ട്, സിമെട്രിക് ടോപ്പ് ഉണ്ട്, സിമെട്രിക് ടോപ്പ് ഉണ്ട്, സ്പെറിക്കൽ ടോപ്പ് ഉണ്ട്. അതിനകത്ത് ലീനിയർ റോട്ടർ ആണെങ്കിൽ നമുക്കറിയാം റിജിഡ് റോട്ടറിൻ്റെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് B തന്നെയാണ്. ലീനിയർ റോട്ടറിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയൊക്കെ. ഇനി മോളിക്യൂൾ ടൈപ്പാണ് സിമെട്രിക് ടോപ്പ്, അസിമെട്രിക് ടോപ്പ്, സ്പെറിക്കൽ ടോപ്പ്. സിമെട്രിക് ടോപ്പ് ആണെങ്കിൽ 2 റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്, അസിമെട്രിക് ടോപ്പ് ആണെങ്കിൽ 3 റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്, സ്പെറിക്കൽ ടോപ്പ് ആണെങ്കിൽ 1 റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ആ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് A = B = C. അവിടെയെല്ലാം റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് മോസ്റ്റ് പോപ്പുലേറ്റഡ് ലെവൽ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ മോസ്റ്റ് പോപ്പുലേറ്റഡ് ലെവലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T/B. അതാണ് നമ്മുടെ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. Jmax എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ΔT/B. അതായത് താപനില കൂടുമ്പോൾ ഹയർ J ലെവൽസ് പോപ്പുലേറ്റഡ് ആവും. ഇവിടെ Jmax എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, B എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹയർ J ലെവൽസ് പോപ്പുലേറ്റ് ആവും. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈ ഇറ്റ് മാറ്റേഴ്സ്, ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്യൂൾസ് അബ്സോർബ് മൈക്രോവേവ്സ് ആൻഡ് അണ്ടർഗോ ട്രാൻസിഷൻ ബിറ്റ്വീൻ ക്വാണ്ടൈസ്ഡ് റൊട്ടേഷണൽ എനർജി ലെവൽസ്. അപ്പം മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്തിട്ട് ഇവർ ട്രാൻസിഷന് വിധേയമാവും ബിറ്റ്വീൻ ദി ക്വാണ്ടൈസ്ഡ് റൊട്ടേഷണൽ എനർജി ലെവൽസ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദീസ് സ്പെക്ട്രൽ ലൈൻസ്, അപ്പോൾ നമുക്കിങ്ങനെ അബ്സോർപ്ഷൻ നടന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്കൊക്കെ ട്രാൻസിഷൻ നടക്കുമ്പോൾ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും. അവയുടെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് റൊട്ടേഷണൽ ലെവൽ. ഓരോ റൊട്ടേഷണൽ ലെവലിലുള്ള എത്ര മോളിക്യൂൾസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് റൊട്ടേഷണൽ ലെവൽസ്, വിച്ച് ഈസ് ഗവേൺഡ് ബൈ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഫോർ റിജിഡ് അറ്റോമിക് റോട്ടറിൻ്റെ കേസിൽ റൊട്ടേഷണൽ എനർജി ലെവൽസ് ആർ ഗിവൻ ബൈ EJ = BJ × J+1, where EJ is the energy of the rotational level with the quantum number J, B is the rotational constant which is in cm⁻⁻1 or hertz, J is the rotational quantum number. നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടുത്തെ പോപ്പുലേഷൻ ഓഫ് റൊട്ടേഷണൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ദ റിലേറ്റീവ് പോപ്പുലേഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ റൊട്ടേഷണൽ ലെവൽ എന്ന് പറയുന്നത് number of molecules in Nj is directly proportional to 2J+1 into e⁻⁻ej/kT. ഇവിടുത്തെ ഓരോ ടേംസിൻ്റെ എക്സ്പ്ലനേഷൻ വരുമ്പോഴും ഇവിടെ ഈ 2J+1 എന്ന് പറയുന്ന ഈ ഒരെണ്ണം നമുക്ക് ഡീജനറസി ഓഫ് J ലെവലിലാണ്. നമ്മുടെ റൊട്ടേഷണൽ ലെവലിൻ്റെ ഡീജനറസിനെയാണ് 2J+1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. e⁻⁻ej/kT എന്ന് പറയുന്നതാണ് ബോൾട്ട്സ്മാൻ ഫാക്ടർ, K എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ലോവർ J ലെവൽസ് ആർ മോർ പോപ്പുലേറ്റഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലോവർ J ലെവൽസ് പോപ്പുലേറ്റ് ആവുന്നത് ലോ ടെമ്പറേച്ചറിൽ. ഹയർ J ലെവൽസ് എങ്ങനെയായിരിക്കും, ഹയർ ടെമ്പറേച്ചർ കൂടും. അതായത് Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T/P എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഈ മൂന്ന് ഫാക്റ്റും കൂടെ നോക്കാം. ലോവർ J levels are populated at low temperatures. As J increases, the degeneracy increases, but the Boltzmann factor decreases. Hence, population increases initially with J, reaches a maximum, then decreases for higher J. അതാണ് നമുക്ക് ആ ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കിപ്പോൾ വരുന്നത് Jmax is directly proportional to √T എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വരുന്നത് ശരിക്കും ഈ ഒരു ഇതിൽ നിന്നാണ്. The rotational level with the maximum population at a given temperature can be found by the equation Jmax is nearly equal to √KT/2B minus 1/2. This value helps predict which transition lines will be the most intense. അപ്പോൾ മോസ്റ്റ് ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രാൻസിഷൻ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് Jmax is equal to √KT/2B minus 1/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ തിയറി അല്ല പറയുന്നത്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോയിന്റ്, അതായത് ഒരു 10 പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഈ നോട്ട് പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഈ Jmax is equal to √T/P വെച്ചിട്ട് ഒരു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബൗണ്ട് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും.
ഐസോടോപ്പിക് അനാലിസിസ് നടത്താൻ പറ്റും, മോളിക്കുലർ സ്ട്രക്ചറും സിമെട്രിയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത്തും റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെലക്ഷൻ റൂൾ നമുക്കറിയാം, ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-1 ആണ് നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്സ് 1 ആണ്. പിന്നെ അലൗഡ് ട്രാൻസിഷൻ ഏതാണെന്ന് ചോദിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു μr² ചോദിച്ചിട്ടുണ്ട്. പിന്നെ IR ആക്ടിവിറ്റി ക്രൈറ്റീരിയയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള 20 MCQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന റൊട്ടേഷണൽ ലൈനിൻ്റെ ക്വാണ്ടം നമ്പർ J എങ്ങനെയാണ് താപനില അനുസരിച്ച് മാറുന്നത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി കാണുന്ന റൊട്ടേഷണൽ ലൈനിൻ്റെ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് താപനില അനുസരിച്ച് മാറുന്നത്? അപ്പോൾ നമ്മളവിടെ എന്താ പഠിച്ചത്? Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√T/B ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T ആണ്. നോക്കാം, ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A T, ഓപ്ഷൻ B √T, ഓപ്ഷൻ C T², ഓപ്ഷൻ D 1/√T. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് B ആണ്, √T ആണ്. Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T. റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് റൊട്ടേഷണൽ ലെവൽ, അതായത് Jmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T/B ആണ്. അതുകൊണ്ട് J വാല്യൂ താപനില കൂടുമ്പോൾ √T അനുപാതത്തിൽ കൂടുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, 3 റൊട്ടേഷണൽ കോൺസ്റ്റൻസ് കാണിക്കുന്ന മോളിക്യൂൾ ഏതാണ്? നമുക്കറിയാം അസിമെട്രിക് ടോപ്പ്, സ്പെറിക്കൽ ടോപ്പ്, സിമെട്രിക് ടോപ്പ്. അപ്പോൾ അതിനകത്ത് സിമെട്രിക് ടോപ്പ് എന്ന് പറയുന്നത് 2 റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കാണിക്കുന്നുണ്ട്. സ്പെറിക്കൽ ടോപ്പ് കാണിക്കുന്നത് 1 റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. സിമെട്രിക് ടോപ്പ് കാണിക്കുന്നത് 3 റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ 3 റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കാണിക്കുന്ന മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അത് അസിമെട്രിക് ടോപ്പ് ആയിരിക്കും. അപ്പോൾ CH4 എന്ന് പറയുന്നത് സ്പെറിക്കലാണ്, C4H4 എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുക, H2O2 എന്ന് പറയുന്നത് സിമെട്രിക് ടോപ്പാണ്. അപ്പോൾ H2O2 എന്ന് പറയുന്നത് ഒരു അസിമെട്രിക് ടോപ്പ് മോളിക്യൂളാണ്. അതിനാൽ അത് 3 റൊട്ടേഷണൽ കോൺസ്റ്റന്റ് A0 = B0 = C ഉണ്ടായിരിക്കും. CH4 എന്നത് ഒരു സ്പെറിക്കൽ ടോപ്പ് ആകുന്നു. അതിനാൽ ഒരേ ഒരു കോൺസ്റ്റന്റ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി CHCl3 ആണെങ്കിൽ CHCl3 ഒരു സിമെട്രിക് ടോപ്പാണ്. അതിന് 2 റൊട്ടേഷണൽ കോൺസ്റ്റന്റേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഏത് റീജിയനിലാണ് വരുന്നത്? UV, വിസിബിൾ, മൈക്രോവേവ്, റേഡിയോ. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി വരുന്നത് മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. പ്യുവർ റൊട്ടേഷണൽ ട്രാൻസിഷൻ മൈക്രോവേവ് റീജിയനിലാണ് ഉണ്ടാകുന്നത്. അതായത് 1 to 100 cm ആണ് അവരുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്യൂൾ IR ആക്റ്റീവ് ആകാൻ വേണ്ടത് എന്താണ്? ഓപ്ഷൻ A ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം, ഓപ്ഷൻ B ഹോമോന്യൂക്ലിയർ ബോണ്ട് ഉണ്ടായിരിക്കണം, ഓപ്ഷൻ C പ്ലാനർ സ്ട്രക്ചർ ആയിരിക്കണം, ഓപ്ഷൻ D അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്യൂളിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് IR ഇനാക്റ്റീവ് ആകുന്നു. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ സെലക്ഷൻ റൂൾ എന്താണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിലെ സെലക്ഷൻ റൂൾ ഡെൽറ്റ J ഈസ് ഈക്വൽ ടു +or-1 ആണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അലൗഡ് ട്രാൻസിഷൻസ് ഓൺലി ബിറ്റ്വീൻ ദി അഡ്ജസൻറ്റ് റൊട്ടേഷണൽ ലെവൽസ്. ഈ സെലക്ഷൻ റൂൾ ഡെൽറ്റ J ഈസ് ഈക്വൽ ടു +or-1 എന്ന് പറയുമ്പം അലൗഡ് ട്രാൻസിഷൻ Jയിൽ നിന്ന് J+1 അല്ലെ J-1 ആണ് അലൗഡ് ട്രാൻസിഷൻസ് ഉള്ളത്. ആറാമത്തെ ചോദ്യം, റിജിഡ് റോട്ടറിൻ്റെ സ്പെക്ട്രത്തിൽ ആദ്യ ലൈനിന് ശേഷമുള്ള ലൈൻ സ്പേസിംഗ് എത്ര? ഇപ്പോൾ റിജിഡ് റോട്ടറിൻ്റെ സ്പെക്ട്രം നമ്മൾ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ ലൈനിന് ശേഷമുള്ള ലൈൻ സ്പേസിംഗ് എന്ന് പറയുമ്പം ഉത്തരം B ആണ് വരുന്നത്, 4B ആണ്. അതായത് ട്രാൻസിഷൻ ഫ്രീക്വൻസി വരുമ്പോൾ 2B × J+1 ആണ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഡെൽറ്റ V ഈസ് ഈക്വൽ ടു 2B സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻ ഈസ് 2B ബട്ട് ഡ്യൂ ടു 2-sided നേച്ചർ ഓഫ് J ട്രാൻസിഷൻ. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുമ്പം ഇതിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവും, ഇവിടെ ഒരു ലൈൻ സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവും. ഈ അടുത്തടുത്ത 2 സ്പെക്ട്രൽ ലൈൻ തമ്മിലുള്ള സ്പേസിങ് 2B ആണ്. ഇവിടെയും അടുത്തടുത്ത 2 സ്പെക്ട്രൽ ലൈൻ തമ്മിലുള്ള സ്പേസിങ് 2B ആണ്. അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ വരുമ്പോൾ ആദ്യ ലൈനിന് ശേഷമുള്ള ലൈൻ സ്പേസിംഗ് എന്ന് പറയുമ്പം 2B, ഇപ്പുറത്തെ ഒരു 2Bയും കൂടെ വരും, ഇവരുടെ ഈ 2Bയും കൂടെ വരും. അപ്പോൾ ഈ 2B + 2B എന്ന് പറയുമ്പം ഇത് ടോട്ടൽ എത്രയായി? 4B ആയി. അതായത് റിജിഡ് റോട്ടറിൻ്റെ സ്പെക്ട്രത്തിൽ ആദ്യ ലൈനിന് ശേഷമുള്ള ലൈൻ സ്പേസിംഗ് എത്രയാണ്? അപ്പോൾ ഈ 2B + 2B എന്ന് പറയുന്നത് 4B ആണ്. കിട്ടിയോ?
spacing between lines is 2b, but due to two-sided nature of J transition, spacing appears as 4b. വേണമെങ്കിൽ two-sided nature പറയുമ്പോൾ ഇങ്ങനെയും കൺസിഡർ ചെയ്യാം, അല്ലാതെ ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഓക്കെ. 7th question, most populated rotational J at T എങ്ങനെയാണ് മാറുന്നത്? ഓപ്ഷൻ എ J equal to 0 മാത്രം, ഓപ്ഷൻ ബി higher J levels populated by Boltzmann law, ഓപ്ഷൻ സി ഓഡ് ജെ മാത്രം, ഓപ്ഷൻ ഡി ഈവൻ ജെ മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹൈ ടെമ്പറേച്ചറിൽ പോപ്പുലേഷൻ സ്പ്രെഡ്സ് ടു ഹയർ ജെ ലെവൽസ് ആസ് പെർ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്, ഹയർ ജെ ലെവൽസ് പോപ്പുലേറ്റഡ് ബൈ ബോൾട്സ്മാൻ ലോ. 8ാമത്തെ ചോദ്യം, IR സ്പെക്ട്രത്തിൽ ഓൾട്ടർനേറ്റ് ലൈൻ ഇൻറ്റൻസിറ്റി കാണുന്നത് ഏത് മോളിക്യൂളിലാണ്? ഓൾട്ടർനേറ്റ് ലൈൻ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് റൊട്ടേഷണൽ ലൈൻസ് എക്സിബിറ്റ് ഇൻറ്റൻസിറ്റി ഓൾട്ടർനേഷൻ ഡ്യൂ ടു ന്യൂക്ലിയർ സ്പിൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ഇതിനകത്ത് ഏതാ? H2 മാത്രമേ ഉള്ളൂ. ഇത് ഹെട്രോ. അപ്പോൾ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റൻസിറ്റി കാണിക്കും, കാരണം ന്യൂക്ലിയർ സ്പിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 9ാമത്തെ ചോദ്യം, ഏറ്റവും ഇൻറ്റൻസ് റൊട്ടേഷണൽ ട്രാൻസിഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം ബി ആണ്, J equal to J max, which is to J max plus 1. അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി ഓൾവേസ് കംസ് ഫ്രം ദി മോസ്റ്റ് പോപ്പുലേറ്റഡ് ലെവലാണ് മാക്സിമം ഇൻറ്റൻസിറ്റി തരുന്നത്. നമ്മൾ നേരത്തെ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലോ വെച്ച് പറഞ്ഞായിരുന്നു. സോ J max to J max plus 1 മോസ്റ്റ് ഇൻറ്റൻസ് റൊട്ടേഷണൽ ട്രാൻസിഷൻ കാണിക്കുന്നത്. 10ാമത്തെ ചോദ്യം, കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിന് ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.92/cm ആണെങ്കിൽ J equal to 3 to 4 ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? അപ്പോൾ J എന്ന് പറയുന്നത് 3ഉം J+1 എന്ന് പറയുന്നത് ഇവിടെ 4ഉമാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2b × J+1 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 × ബിൻ്റെ വാല്യൂ 1.92 തന്നിട്ടുണ്ട്, ജെയുടെ വാല്യൂ ഇവിടെ 3 ആണ്, 3+1 4 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ വാല്യൂ 15.3 cm⁻⁻1. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് യൂണിറ്റ് cm⁻⁻1 തന്നെ ആയതുകൊണ്ട് ഇവിടെ ഫർദർ കൺവേർഷന് പോകണ്ട. ഓക്കെ, 15.36. 11ാമത്തെ ചോദ്യം, റിജിഡ് റോട്ടർ മോഡലിൽ നിന്നുള്ള ഡീവിയേഷൻ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്നത് ഏത് ഘടകമാണ്? റിജിഡ് റോട്ടർ മോഡലിൽ നിന്നുള്ള ഡീവിയേഷൻ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്നത് ഏത് ഘടകം മൂലമാണ്? നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇത് പഠിച്ചായിരുന്നു. ഓപ്ഷൻ എ ഫൈൻ സ്ട്രക്ചർ, ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ സി ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്, ഓപ്ഷൻ ഡി സ്റ്റാർക്ക് എഫക്റ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ ആണ്. യഥാർത്ഥത്തിൽ മോളിക്യൂൾ പെർഫെക്റ്റ്ലി റിജിഡ് അല്ല. റൊട്ടേഷണൽ സ്പീഡ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറച്ച് വലുതാവുന്നു. ആ ഒരു എഫക്റ്റിനെയാണ് സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് എന്ന് വരുന്നത്. അതുകൊണ്ട് ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ആ എനർജി ലെവൽസ് റിജിഡ് റോട്ടർ മോഡലിൽ നിന്നും കുറച്ച് മാറ്റം ഡിസ്റ്റോർട്ടഡ് ആവും. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ. ആ ഒരു ഘടകമാണ് റിജിഡ് റോട്ടർ മോഡലിൽ നിന്നുള്ള ഡീവിയേഷൻ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ ഉണ്ടാക്കുന്നതിന് കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 11 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12, ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ ബോണ്ട് ലെങ്ത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താം? ഓപ്ഷൻ എ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ബി ഉപയോഗിച്ച്, ഓപ്ഷൻ സി സ്പെക്ട്രൽ സ്പ്ലിറ്റിംഗ് ഉപയോഗിച്ച്, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ സ്പിൻ ഡേറ്റ ഉപയോഗിച്ച്. ഇവിടെ ഓപ്ഷൻ ബി റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ബോണ്ട് ലെങ്ത്. ഇവിടെ R എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ആണ്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ B അറിയാമെങ്കിൽ ബോണ്ട് ലെങ്ത് R കണക്കാക്കാം ബൈ യൂസിങ് ദ ഇക്വേഷൻ. B എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, h/8π²IC, where I is equal to μr², which is the reduced mass. μr² R എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ബോണ്ട് ലെങ്ത് കണ്ടുപിടിക്കുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. 13ാമത്തെ ചോദ്യം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ MJ-യിലുള്ള സെലക്ഷൻ റൂള് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ. അപ്പം MJ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അത് റൊട്ടേഷണൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ സെലക്ഷൻ റൂൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ MJ is equal to +or-1 ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മൈക്രോവേവ് റേഡിയേഷൻ ആണ്. മോളിക്യൂളുമായി റെസൊണേറ്റ് ചെയ്യാൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ +or-1 എന്ന മാറ്റം ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ സെലക്ഷൻ റൂള് പറയുന്നത്. 14ാമത്തെ ചോദ്യം, ഒരു ഡയാറ്റമിക് മോളിക്യൂൾ റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രക്ചർ നോൺ ലീനിയർ ആണെങ്കിൽ, ഓപ്ഷൻ ബി ഹോമോന്യൂക്ലിയർ ആണെങ്കിൽ, ഓപ്ഷൻ സി മാസ് കുറവാണെങ്കിൽ, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ സ്പിൻ ഇല്ലെങ്കിൽ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഡയാറ്റമിക് മോളിക്യൂൾ റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കുന്നില്ലെങ്കിൽ അവ ഹോമോന്യൂക്ലിയർ ആയിരിക്കും. ഓപ്ഷൻ ബി ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ. ഹോമോന്യൂക്ലിയർ ഡയാറ്റമിക്സ് അതായത് സിമെട്രിക് ആണ്, അതുകൊണ്ട് അവയ്ക്ക് ഡൈപോൾ മൊമെൻ്റ് ഇല്ല, അതുകൊണ്ട് അത് റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ ആക്റ്റീവ് അല്ലായിരിക്കും.
ഇനി റൊട്ടേഷണൽ ടെമ്പറേച്ചർ തീറ്റ ഈ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്? ഇവിടെ നോക്കിക്കേ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു HB/K എന്ന് പറയുന്നത്. തീറ്റ റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു HB/K. ഇത് റൊട്ടേഷണൽ ലെവൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. 16ാമത്തെ ചോദ്യം, ഗ്യാസിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഗ്യാസിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോവേവ് സ്പെക്ട്രോമീറ്റർ. റൊട്ടേഷണൽ ട്രാൻസിഷൻ മൈക്രോവേവ് റീജിയനിലാണ് ഉണ്ടാകുന്നത്. അതിനാൽ മൈക്രോവേവ് സ്പെക്ട്രോമീറ്റർ ആണ് ഏറ്റവും അനുയോജ്യമായ യന്ത്രം ഗ്യാസിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. 17ാമത്തെ ചോദ്യം, ഡയറ്റമിക് മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ ക്യൂ ബ്രാഞ്ച് ഇല്ലാത്തത് എന്തുകൊണ്ട്? നമുക്കപ്പോൾ അറിയാം, ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്യൂ ബ്രാഞ്ച് ഉണ്ട്, പി ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡയറ്റമിക് മോളിക്യൂളിൻ്റെ കേസിൽ ക്യൂ ബ്രാഞ്ച് ഇല്ല. അതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ΔJ = 0, സെലക്ഷൻ റൂൾ അനുവദനീയമല്ല. ഓപ്ഷൻ ബി ഹോമോന്യൂക്ലിയർ ആയതുകൊണ്ട്. ഓപ്ഷൻ സി ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട്. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആയതുകൊണ്ട്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ΔJ = 0 എന്ന് പറയുന്ന സെലക്ഷൻ റൂൾ അനുവദനീയമല്ല. നമുക്കറിയാം, വൈബ്രേഷൻ സ്പെക്ട്രത്തിൽ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ΔJ = +or-1 ആണ്. പി ബ്രാഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ΔJ = -1ഉം ആർ ബ്രാഞ്ച് ആവണമെങ്കിൽ ΔJ = +1. അപ്പോൾ നമുക്കുള്ള റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ 0 എന്ന് പറയുന്ന ബ്രാഞ്ച് ഇല്ല. സോ ΔJ = 0 എന്ന് പറയുന്ന ക്യൂ ബ്രാഞ്ച് ഡയറ്റമിക് മോളിക്യൂൾസിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഇല്ല. നമുക്കറിയാം, ΔJ എന്ന് പറയുന്നത് നമുക്ക് +or-1 ആണ്. +1 ആണെങ്കിൽ ആർ ബ്രാഞ്ചും, -1 ആണെങ്കിൽ പി ബ്രാഞ്ചും. അത് രണ്ടും മാത്രമേ ഉള്ളൂ. ആ ഒരു ΔJ = 0 എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യൂ ബ്രാഞ്ച് ഡയറ്റമിക് മോളിക്യൂൾസിന് ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എത്ര എണ്ണമാണ്? 3 റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചത് അസിമെട്രിക് ടോപ്പ് മോളിക്യൂളിന് 3 പ്രിൻസിപ്പൽ ആക്സിസ് റൊട്ടേഷൻ മോഷനിൽ വ്യത്യസ്ത കോൺസ്റ്റൻ്റ് ഉണ്ട്. A0 = B0 = C എന്ന് പറയും. 19ാമത്തെ ചോദ്യം, സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബോണ്ട് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ സ്പിൻ, ഓപ്ഷൻ സി ന്യൂക്ലിയർ സ്പിൻ, ഓപ്ഷൻ ഡി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. നമുക്കറിയാം, സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു. ഉത്തരം എ, ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് സോഫ്റ്റ് ആണെങ്കിൽ ഹൈ J ലെവൽസിൽ ബോണ്ട് കൂടുതൽ ഡിസ്റ്റോർട്ട് ചെയ്യും, ഡി വാല്യൂ കൂടുതലാവും. അതിനാൽ ഡി ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതാണ്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് കണ്ടെത്താനാകുന്നത് ഏതൊക്കെ? ബോണ്ട് ലെങ്ത്, ഡൈപോൾ മൊമെന്റ്, ഐസോടോപ്പിക് വേരിയേഷൻ, മേൽപ്പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം റൊട്ടേഷണൽ സ്പെക്ട്രം വഴി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ബോണ്ട് ലെങ്ത്, ബോണ്ട് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് യൂസ് ചെയ്തിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ച് ബോണ്ട് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഡൈപോൾ മൊമെന്റ് നമുക്ക് ഇന്റൻസിറ്റി അനാലിസിസിലൂടെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഐസോടോപ്പിക് വേരിയേഷൻ അത് നമുക്ക് റെഡ്യൂസ്ഡ് മാസിന്റെ മാറ്റം വെച്ചിട്ട് ഐസോടോപ്പിക് വേരിയേഷൻ വഴി സ്പെക്ട്രത്തിനുള്ള ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനാൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി മോളിക്യുലർ ലെവൽ സ്ട്രക്ചർ അനാലിസിസിൽ ഒത്തിരിയധികം പ്രാധാന്യം വഹിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്താണ്. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പോൾ ഇവിടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ടത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. IR റീജിയനിലായിരിക്കും അപ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്നത്. by molecules causing transition between different vibrational energy levels. അപ്പോൾ വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് കോസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഇൻവോൾവ്സ് ദി അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബൈ മോളിക്യൂൾസ് കോസിങ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽസ്. ഇനി നമുക്ക് ഇതിൻ്റെ റീജിയൻ എന്താണെന്ന് നോക്കാം. ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുന്നത് 4000 to 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ആണ് നമുക്ക് വൈബ്രേഷണൽ എനർജി ലെവൽസ് നോക്കാം. ഒന്നാമത്തേത് മോളിക്യൂൾസ് വൈബ്രേറ്റ് ഇൻ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ സ്ട്രെച്ചിങ് മോഡ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡബിൾ ബോണ്ട് O ആണെങ്കിൽ നമ്മുടെ കാർബൺ CO2 ആണെങ്കിൽ ഇവിടെ സ്ട്രെച്ച് ചെയ്യുന്ന വൈബ്രേഷണൽ മോഡുണ്ട്. അതുപോലെ തന്നെ ബെൻഡ് ചെയ്യുന്ന വൈബ്രേഷൻ മോഡുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ കേസ് ആണെങ്കിൽ H2O കേസിലാണെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ മോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ മോഡ്സ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് കാണിച്ചതാണ് കേട്ടോ. ഇനി ഈച്ച് വൈബ്രേഷണൽ മോഡ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഓരോ വൈബ്രേഷണൽ മോഡും ക്വാണ്ടൈസ്ഡ് ആണ്. ഇനി എനർജി ലെവൽസ് അക്കോർഡിംഗ് ടു ഹാർമോണിക് ഓസിലേറ്റർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഇതിൻ്റെ എനർജി ലെവലിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കാം. എനർജി E ഈസ് ഈക്വൽ ടു ന്യൂ പ്ലസ് 1/2 h ന്യൂ. മ്യൂ പ്ലസ് 1/2 h ന്യൂ ആണ്. ന്യൂ is 0, 1, 2. ഇത് നമ്മുടെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ് ഈ ന്യൂ എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ന്യൂ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ന്യൂവും ഓക്കെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് നമ്മൾ സാധാരണ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ എച്ച് ന്യൂ വരുന്നത്. ഈ അകത്തിരിക്കുന്നത് ഒരു നമ്മുടെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ V+1/2 എച്ച് ന്യൂ എന്നാണ് എനർജി ലെവൽസിൻ്റെ ഹാർമോണിക് ഓസിലേറ്റർ അപ്രോക്സിമേഷൻ വരുന്നത്. ഇനി നമുക്ക് സെലക്ഷൻ റൂളിലേക്ക്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ ±1 ആണ്. അതായത് നമ്മുടെ ക്വാണ്ടം നമ്പർ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് +or-1 ആയിരിക്കും. ദ വൈബ്രേഷൻ മസ്റ്റ് കോസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മോളിക്യൂളിൽ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് IR ആക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി തരത്തുള്ളൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് വൈബ്രേഷണൽ മോഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഒരു നോൺ ലീനിയർ മോളിക്യൂളാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് H2O എന്ന് പറയുന്നത് ഒരു ലീനിയർ മോളിക്യൂൾ അല്ല. അപ്പോൾ ലീനിയർ മോളിക്യൂൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് 3n-6 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവും. അവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. അപ്പോൾ 3 ഇൻറ്റു ഇവിടെ എത്ര ആറ്റം ഉണ്ടോ 1 2 3 ആറ്റം ഉണ്ട് -6 ദാറ്റ് ഇസ് 3 × 3 9 -6 ഈസ് ഈക്വൽ ടു എത്ര വരും 3 മോഡ്സ് ഓഫ് വൈബ്രേഷണൽ വൈബ്രേഷൻ ഉണ്ട്. 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട് എന്ന് പറയാം. ഇനി ഒരു ലീനിയർ മോളിക്യൂളിലാണെങ്കിൽ 3n-5 മോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ CO2 ഒരു ലീനിയർ മോളിക്യൂളാണ്. ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ CO2 എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് CO2 വരയ്ക്കുന്നത്. അപ്പോൾ CO2ൻ്റെ കേസിൽ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ 3 × 3 -5 ആയിരിക്കും വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 4 വൈബ്രേഷണൽ മോഡ്സ് ആയിരിക്കും വരുന്നത്. നോക്കിയേ, CO2 ഒരു ലീനിയർ മോളിക്യൂളാണ്. CO2-ലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. 2 ഓക്സിജനും 1 കാർബണും. അതുകൊണ്ട് തന്നെ വൈബ്രേഷണൽ മോഡ് എത്ര വരും 3n-5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4 വൈബ്രേഷണൽ മോഡ്സ് വരും. അതേസമയം H2O എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ മോളിക്യൂളാണ്. 3 ആറ്റംസ് ആണുള്ളത്. വൈബ്രേഷണൽ മോഡ്സ് 3 ആണ് വരുന്നത്. ഇനി വൈബ്രേഷൻസ് ഏതൊക്കെ തരമുണ്ട്? സ്ട്രെച്ചിങ് വൈബ്രേഷൻസും ഉണ്ട്, ബെൻഡിങ് വൈബ്രേഷനും ഉണ്ട്. അതിനകത്ത് സ്ട്രെച്ചിങ് വൈബ്രേഷനകത്ത് വരുന്നത് സിമെട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ഉണ്ട്. അതായത് രണ്ടിടത്ത് ഒരേപോലെ വലിക്കുന്ന സിമെട്രിക് സ്ട്രെച്ചിങ്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടി ഒരെണ്ണം. ഇപ്പം നോക്കിക്കേ, ഡബിൾ ബോണ്ടോ ഈ കേസിൽ അങ്ങോട്ട് എന്തുമാത്രമാത്രം സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ അത്രയും മാത്രം തന്നെ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് സിമെട്രിക്. അതേസമയം ഇത് നോക്കിക്കേ, ഇവിടുത്തെ സ്ട്രെച്ചിങ് കൂടുതലും ഇവിടുത്തെ സ്ട്രെച്ചിങ് കുറവുമാണെങ്കിൽ ഇതിനെ നമുക്ക് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കാം. സിമിലർലി ബെൻഡിങ് ഉണ്ട്, സിസറിങ് എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ നമ്മുടെ കത്രിക പൂട്ട് വിട്ടിരുന്ന പോലെ. അതുപോലെ തന്നെ റോക്കിംഗ്, വാഗിങ്, ട്വിസ്റ്റിംഗ്, ഇതൊക്കെ നമ്മുടെ ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്. പല രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ് ഉള്ളത്. ഇനി ഹാർമോണിക് ഓസിലേറ്റർ എന്താ, അൺഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പം എനർജി ലെവൽസ് തമ്മിലുള്ള സ്പേസിങ് വളരെ സെയിം ആയിരിക്കും. ഈക്വലി സ്പേസ്ഡ് എനർജി ലെവൽസ് ആയിരിക്കും ഹാർമോണിക് ഓസിലേറ്ററിലുള്ളത്. ഡെൽറ്റ ന്യൂ നമ്മൾ പറഞ്ഞ പോലെ തന്നെ +or-1 ആണ് അലൗഡ് ആയിട്ടുള്ളത്. പക്ഷേ അൺഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നതിനകത്ത് ഡെൽറ്റ ന്യൂ എന്ന് പറഞ്ഞാൽ +or-1, +or-2, +or-3 ആൻഡ് അങ്ങനെ പോകുന്നു. അതിനെയാണ് നമ്മൾ ഓവർടോൺസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ബാൻഡ്സ് എന്നൊക്കെ പറയുന്നത്. അത് അൺഹാർമോണിക് ഓസിലേറ്ററിലാണ് ഓവർടോൺസ് ഒക്കെ വരുന്നത്. ഹാർമോണിക് എന്ന് പറയുമ്പം ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ഇനി ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ഫൂരിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ ആണ്. വൈഡ്ലി യൂസ്ഡ് ഫോർ മെഷറിംഗ് IR സ്പെക്ട്രം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് FTIR, ഫ്യൂരിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. ലാസ്റ്റായിട്ട് നമ്മൾക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസും നോക്കാം. ഐഡൻറ്റിഫൈയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്കുലർ ഇൻട്രാക്ഷൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മോളിക്കുലർ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിലും ഫോറൻസിക്കിലും എൻവയോൺമെൻറ്റൽ അനാലിസിസിലും ഒക്കെ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ 20 MCQസിലേക്കാണ് അടുത്തത് പോകാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കണികകളുടെ വൈബ്രേഷണൽ സ്പെക്ട്രം പഠിക്കാൻ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണ്? ഓൾറെഡി നമ്മൾ ഷോർട്ട് നോട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം നോക്കാതെ വേണം പറയാൻ. അപ്പം മനസ്സിൽ വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ കണികകളുടെ വൈബ്രേഷണൽ സ്പെക്ട്രം പഠിക്കാൻ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നാൽ മോളിക്യൂളുകൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആഗിരണം ചെയ്ത് വൈബ്രേഷണൽ എനർജി ലെവലുകൾക്കിടയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത് ഏകദേശം 4000 മുതൽ 400 cm⁻⁻1 വരെയുള്ള IR പരിധിയിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം: ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകാൻ വേണ്ട പ്രധാന വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ മൊമെന്റ് ഓഫ് ഇനർഷ്യൽ മാറ്റം, ഓപ്ഷൻ ബി ലോൺ പെയർ ഉണ്ടായിരിക്കുക, ഓപ്ഷൻ സി ഡൈപോൾ മൊമെന്റിൽ മാറ്റം, ഓപ്ഷൻ ഡി അറ്റോമിക് നമ്പറിൽ മാറ്റം.
അപ്പോൾ ഇവിടെ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ഡൈപോൾ മൊമെൻറ്റിലുള്ള മാറ്റമാണ് ഇവിടെ നമുക്ക് മോളിക്യൂൾ IR ആക്റ്റീവ് ആവാൻ വേണ്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂൾ വൈബ്രേഷൻ സമയത്ത് ഡൈപോൾ മൊമെൻറ്റിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അത് IR ആഗിരണം ചെയ്യുകയുള്ളൂ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഹാർമോണിക് ഓസിലേറ്ററിനുള്ള സെലക്ഷൻ റൂൾ ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ ഡെൽറ്റ ന്യൂ = ±1 ആണ് നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ മോഡലിൽ അടിസ്ഥാനമായ വൈബ്രേഷണൽ ട്രാൻസിഷനുകൾക്ക് അനുവദനീയമായ മാറ്റം എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ = ±1 മാത്രമാണ്. അതായത് V = 0 to V = 1 പോലുള്ള മാറ്റങ്ങൾ മാത്രമാണ് സാധ്യമായത്. ഇപ്പോൾ പഠിച്ചതാണ്. നാലാമത്തെ ചോദ്യം, CO2 എന്ന ലീനിയർ മോളിക്യൂളിന് എത്ര വൈബ്രേഷണൽ മോഡുകൾ ഉണ്ടാവും? അത് നമ്മൾ പറഞ്ഞു, ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ എത്ര വൈബ്രേഷണൽ മോഡ് കാണും? 3n-5 ആണോ 4 ആണോ? വേഗം പറഞ്ഞേ, കമന്റിൽ രേഖപ്പെടുത്തിക്ക്. 3n-5 ആയിരിക്കും വരിക. അപ്പോൾ 3n-5 ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ 4 വൈബ്രേഷണൽ മോഡുകളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ലീനിയർ മോളിക്യൂളിന് വൈബ്രേഷണൽ മോഡ്സ് 3n-5 ആയിരിക്കും. CO2-ൽ 3 ആറ്റങ്ങൾ ഉള്ളതിനാൽ 3 × 3 - 5 = 9 - 5, അതായത് 4 വൈബ്രേഷണൽ മോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത ചോദ്യം, വൈബ്രേഷണൽ ഫ്രീക്വൻസി കണക്കാക്കാനുള്ള സൂത്രവാക്യം ഏതാണ്? വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓപ്ഷൻ എ 1/2π√mk, ഓപ്ഷൻ ബി k/2πm, സി 1/2π√k/μ, ഓപ്ഷൻ ഡി kμ, √k μ. ഉത്തരം ഇവിടെ ഏതാണ്? ഇതാണ് ഉത്തരം. 1/2π√k/μ എന്നുള്ളതാണ് ഉത്തരം. അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി ന്യൂ = 1/2π√k/μ. ഇവിടെ μ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണ്, k എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, ന്യൂ എന്ന് പറയുന്നത് വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. പഠിക്കേണ്ടതാണ്. ന്യൂ = 1/2k/μ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ IR ആക്റ്റീവ് അല്ലാത്ത മോളിക്യൂൾ ഏതാണ്? IR ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടീഷൻ പഠിച്ചു, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വേണമെന്ന്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തതാണ് IR ആക്റ്റീവ് അല്ലാത്തത് അല്ലേ? HCl-നുണ്ടോ, CO-യ്ക്കുണ്ടോ, O2-നുണ്ടോ, H2O-യ്ക്കുണ്ടോ? നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് മീൻസ് ഡൈപോൾസ് ഉള്ളതിനെല്ലാം ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണും അല്ലേ? അപ്പോൾ ഇവിടെ ഡൈപോൾ മൊമെന്റിൻ ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നത് O2 ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് വരും O2 വരും. O2 ഒരു ഹോമോന്യൂക്ലിയർ ഡയറ്റമിക് മോളിക്യൂൾ ആണ്. ഇതിന് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തതിനാൽ ഇത് IR ആക്റ്റീവ് ആകില്ല. കിട്ടിയോ? അടുത്തത്, താഴെ കൊടുത്ത ബോണ്ടുകളിൽ ഏതാണ് ഏറ്റവും ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി കാണിക്കുന്നത്? ഓപ്ഷൻ എ സി സിംഗിൾ ബോണ്ട് സി, ഓപ്ഷൻ ബി സി ഡബിൾ ബോണ്ട് സി, ഓപ്ഷൻ സി ട്രിപ്പിൾ ബോണ്ട് സി, ഓപ്ഷൻ ഡി സി സിംഗിൾ ബോണ്ട് എച്ച്. അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് CH ആണ്. CH ബോണ്ട് ലഘുവും ശക്തവുമാണ്. അതിനാൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. 2800 to 3100 cm ആയിരിക്കും അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അടുത്തത്, ബെൻഡിങ് വൈബ്രേഷനുകൾക്കിടെ ഫ്രീക്വൻസി എങ്ങനെയാണ്? ബെൻഡിങ് വൈബ്രേഷനുകളാണോ സ്ട്രെച്ചിങ്ങിനേക്കാളും കൂടുതലാണോ കുറവാണോ അങ്ങനെയുള്ള രീതിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ബെൻഡിങ് വൈബ്രേഷനുകൾക്കിടെ ഫ്രീക്വൻസി എങ്ങനെയാണ്? സ്ട്രെച്ചിങ്ങിനേക്കാൾ കുറവാണോ ബെൻഡിങ്? സ്ട്രെച്ചിങ്ങിനേക്കാൾ കൂടുതലാണ് ബെൻഡിങ്? ഒരേ ഫ്രീക്വൻസിയാണ്. ലീനിയർ മോളിക്യൂളുകൾക്ക് മാത്രമാണ് ബെൻഡിങ് വൈബ്രേഷൻ ഉള്ളത് എന്നാണ്. അവിടെ ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ്സർ ദാൻ സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സ്ട്രെച്ചിങ് വൈബ്രേഷനെക്കാളും കുറവായിരിക്കും ബെൻഡിങ് വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിൾ മാറ്റം വെച്ചിട്ടാണ് ബെൻഡിങ് വൈബ്രേഷൻ കണക്കാക്കുന്നത്. അപ്പോൾ ആംഗിൾ മാറ്റം വെച്ചിട്ട് കണക്കാക്കുന്നതാണ് ബെൻഡിങ് വൈബ്രേഷൻ. അത് എപ്പോഴും സ്ട്രെച്ചിങ് വൈബ്രേഷനെക്കാട്ടിലും കുറവുള്ള എനർജി ആയിരിക്കും. അതായത് ഫ്രീക്വൻസി കുറവായിരിക്കും. E = hν. അപ്പോൾ എനർജി എവിടെയാണോ ഫ്രീക്വൻസി എവിടെയാണോ കുറവ് അവിടെ എനർജി കുറവായിരിക്കും. എനർജി എവിടെയാണോ കുറവ് അവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, 9ാമത്തെ ചോദ്യം, H2O എന്ന നോൺ ലീനിയർ മോളിക്യൂളിന് എത്ര വൈബ്രേഷണൽ മോഡ്സ് ഉണ്ട്? നോക്കിക്കേ, ലീനിയർ ആണെങ്കിൽ 3n-5, നോൺ ലീനിയർ ആണെങ്കിൽ 3n-6 ആയിരിക്കും. അപ്പോൾ H2Oയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? 3 × 3 - 6, അതായത് 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. ഓക്കെ, കണ്ടോ? അടുത്തത്, ഏകദേശം 1700 cm ഇൻവേഴ്സ് എന്നതിൽ കാണുന്ന IR പീക്ക് സാധാരണ ഏത് ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒത്തിരി അധികം ചോദ്യങ്ങളുണ്ട് കേട്ടോ IR എന്ന്. നമ്മളതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് സോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏകദേശം 1700 cm ഇൻവേഴ്സിൽ കാണപ്പെടുന്ന IR പീക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോക്കിക്കേ, സി സിംഗിൾ ബോണ്ട്
സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സി ഡബിൾ ബോണ്ട് ഓ സ്ട്രെച്ച്, അതായത് നമ്മുടെ CO സ്ട്രെച്ച്, നമ്മുടെ കാർബണൈൽ CO സ്ട്രെച്ചിനെയാണ്, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ CO സ്ട്രെച്ചിനെയാണ് 1700 cm⁻⁻1 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഏകദേശം 1650 മുതൽ 1750/cm ഇടയിലാണ് ഉണ്ടാകുന്നത്. അതിനാൽ 1700 cm⁻⁻1 പീക്ക് സാധാരണയായി കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് മുതലായവയെ സൂചിപ്പിക്കും. അപ്പോൾ 1700 cm⁻⁻1 എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് ഓയിനെയാണ് സൂചിപ്പിക്കുന്നത്, IR പീക്ക് കേട്ടോ. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, IR സ്പെക്ട്രോസ്കോപ്പിക്ക് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? NMR, ഓപ്ഷൻ ബി FTIR, ഓപ്ഷൻ സി UV വിസിബിൾ, ഓപ്ഷൻ ഡി മാസ് സ്പെക്ട്രോമീറ്റർ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫ്യൂരിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ ആണ് നമ്മൾ, FTIR ആണ് വൈബ്രേഷണൽ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സഹായത്തോടെ മുഴുവൻ IR റീജിയനിലെ സ്പെക്ട്രം ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്നത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജും. ഇനി നോക്കിക്കേ 12ാമത്തെ ചോദ്യം. അൺഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചുള്ള സത്യം ഏതാണ്? അൺഹാർമോണിക് ഓസിലേറ്റർ ഈക്വലി സ്പേസ്ഡ് ആണോ അല്ലയോ? ഓക്കെ, എല്ലാം നോക്കണേ. ഓപ്ഷൻ എ ΔV +or-1 മാത്രമേ അനുവദിക്കൂ. ഓപ്ഷൻ ബി ΔV 0 മാത്രമാണ്. ഓപ്ഷൻ സി ΔV +or-2 +or-3 ഓവർടോൺസ് അനുവദനീയമാണ്. ഓപ്ഷൻ ഡി വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ടാവില്ല. ഏതായിരിക്കും കറക്റ്റ്? അൺഹാർമോണിക് ഓസിലേറ്ററിൽ ഓവർടോൺസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹയർ എനർജി ലെവൽ ട്രാൻസിഷൻസ് ആയിരിക്കും ഓവർടോൺസ്, കോമ്പിനേഷൻ ബാൻഡ്സ് എന്നിവയുമായി കൂടെ അനുവദിച്ചിരിക്കുന്നു. 13ാമത്തെ ചോദ്യം. CH ബോണ്ടിന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ 500 തൊട്ട് 1000 വരെ, ഓപ്ഷൻ ബി 1000 മുതൽ 1200 വരെ, ഓപ്ഷൻ സി 2000 മുതൽ 2500 വരെ, ഓപ്ഷൻ ഡി 2800 മുതൽ 3100 വരെ. CHന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്, അത് ഏറ്റവും കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, 3100 വരെ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. CH സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് സാധാരണയായി എയർ സ്പെക്ട്രത്തിൽ 2800 മുതൽ 3100 വരെയുള്ള റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇത് ഹൈഡ്രോ കാർബൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റീജിയൻ ആണ് ഈ 3100 എന്ന് പറയുന്നത് കേട്ടോ. ഇനി വൈബ്രേഷണൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഡൈപോൾ മൊമെന്റ്, ഓപ്ഷൻ ബി അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ സി ബോണ്ട് സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി പോളറൈസബിലിറ്റി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡൈപോൾ മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് എഴുതും. പക്ഷെ അങ്ങനെയല്ല, ഒരു ബോണ്ട് ശക്തമാവുന്നത് അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി E=H⁻. അപ്പോൾ ആ ന്യൂ കൂടുമ്പം അതിൻ്റെ എനർജി കൂടും, കൂടുമ്പം അത് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എത്രയും കൂടുതൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയും കൂടുതലായിരിക്കുമോ അത്രയും തന്നെ ആ ബോണ്ടിൻ്റെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എനർജി കൂടുതലായിരിക്കും, വിച്ച് മീൻസ് അത് ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഉദാഹരണത്തിന് ട്രിപ്പിൾ ബോണ്ടിനേക്കാളും ഉയർന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടിനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും എന്ന് കേട്ടോ. 15ാമത്തെ ചോദ്യം. ഏകദേശം 3300 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ കാണുന്ന ശക്തമായ അബ്സോർപ്ഷൻ പീക്ക് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്? 3300-നാണെങ്കിൽ അത് ആൽക്കഹോൾ ആയിരിക്കും. ഓപ്ഷൻ ബി ആൽക്കഹോൾ. OH സ്ട്രെച്ചിലായിരിക്കും കാണിക്കുന്നത്. OH ബോണ്ടിൻ്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഏകദേശം 3200 മുതൽ 3600 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് കാണപ്പെടുന്നത്. ഇത് വലിയതും ബ്രോഡായതും പീക്കായി കാണാറുണ്ട്, ബ്രോഡായതുമായ പീക്ക് ആകാറുണ്ട്. അപ്പോൾ 3300 എന്ന് പറയുന്നത് ഏതായിരിക്കും? OH സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആയിരിക്കും കേട്ടോ. OH സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആയിരിക്കും. OH സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് 3200 to 3600 ആണ്. ഇൻ ബിറ്റ്വീൻ ഏത് ചോദിച്ചാലും നമുക്ക് OH സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണെന്ന് പറയാം. 16ാമത്തെ ചോദ്യം. ഓവർടോൺസിന് ഫണ്ടമെന്റൽ വൈബ്രേഷനുകളെക്കാൾ കുറവ് ഇൻറ്റൻസിറ്റി കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഓവർടോൺസ് ആണ്. ഓപ്ഷൻ എ ഡിറ്റക്ടർ ലിമിറ്റേഷൻ, ഓപ്ഷൻ ബി സെലക്ഷൻ റൂൾ വയലേഷൻ, ഓപ്ഷൻ സി റെഡ്യൂസ്ഡ് പോപ്പുലേഷൻ, ഓപ്ഷൻ ഡി ട്രാൻസിഷൻ പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ ഓവർടോൺസിൻ്റെ ഫണ്ടമെൻ്റൽ വൈബ്രേഷനുകളെക്കാൾ കുറവ് ഇൻറ്റൻസിറ്റി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓവർടോൺസിന് ഫണ്ടമെൻ്റൽ വൈബ്രേഷനുകളെക്കാട്ടിലും ഇൻറ്റൻസിറ്റി കുറവായത് കാരണം എന്തുകൊണ്ടാണ്? ട്രാൻസിഷൻ പ്രോബബിലിറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഓവർടോൺസ് അലൗഡ് ആണെങ്കിലും ട്രാൻസിഷൻ പ്രോബബിലിറ്റി, അപ്പോൾ ഓവർടോൺസ് Δν +or-2 +or-3 അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് അലൗഡ് ആണ്, പക്ഷേ എങ്കിൽ പോലും ട്രാൻസിഷൻ പ്രോബബിലിറ്റി കുറവാണ്. അതിനാൽ
ഫണ്ടമെൻ്റൽ ട്രാൻസിഷനുകളെക്കാട്ടിലും കുറവ് ഇൻറ്റൻസിറ്റിയിൽ ഓവർടോൺസ് കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ബെൻഡിങ് വൈബ്രേഷൻ അല്ലാത്തത് ഏതാണ്? സിസറിങ്, റോക്കിംഗ്, സ്ട്രെച്ചിങ്, ട്വിസ്റ്റിംഗ്. ഏതായിരിക്കും ബെൻഡിങ് വൈബ്രേഷൻ അല്ലാത്തത്? സ്ട്രെച്ചിങ് ആണല്ലേ. അപ്പോൾ സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ ബോണ്ട് ലെങ്ത് ആണ് മാറുന്നത്, എന്നാൽ ബെൻഡിങ് വൈബ്രേഷനിൽ ബോണ്ട് ആംഗിൾ ആണ് മാറുന്നത്. സിസറിങ്, റോക്കിംഗ്, ട്വിസ്റ്റിംഗ്, ബെൻഡിങ്, അതാണ് ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഡയറ്റമിക് മോളിക്യൂൾസിന് എത്ര വൈബ്രേഷണൽ മോഡ്സ് ഉണ്ട്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡയറ്റമിക് മോളിക്യൂൾസിന് ഒരു വൈബ്രേഷണൽ മോഡേ ഉള്ളൂ. ഡയറ്റമിക് മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതിനാൽ 3n-5 ഓർ 3n-6 ഓൺലി 1 വൈബ്രേഷണൽ മോഡ്സ് ആയിരിക്കും വരുന്നത്. ബോണ്ട് സ്ട്രെച്ചിങ് മാത്രമേ അലൗഡ് ആയിട്ട് ഉള്ളൂ. ഓക്കെ. 19ാമത്തെ ചോദ്യം. IR സ്പെക്ട്രത്തിൽ ഏകദേശം 3000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ 2 ഷാർപ്പ് പീക്കും 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ 1 പീക്കും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നോക്കിക്കേ, 3000 സെൻറ്റിമീറ്റർ (-1) നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. സി ഡബിൾ ബോണ്ട് O ആണോ അതോ OH ആണോ? 3000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ OH സ്ട്രെച്ചിങ് ആയിരിക്കും. 1700 ആണെങ്കിൽ സി ഡബിൾ ബോണ്ട് O ആയിരിക്കും. രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കിക്കേ. സി ഡബിൾ ബോണ്ട് OH എന്നായിരിക്കും? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ഡി ആണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ IR സ്പെക്ട്രത്തിൽ OH ബ്രോഡ് പീക്ക് 2500 തൊട്ട് 3300 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും സി ഡബിൾ ബോണ്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ആ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയാൻ കാരണമായുള്ള ഘടകം ഏതാണ്? ഫ്രീക്വൻസി കുറയുക. നമുക്കറിയാം E=hν. എല്ലാം ശ്രദ്ധിച്ചോണേ. ഓപ്ഷൻ എ ബോണ്ട് സ്ട്രെങ്ത് കൂടുക, ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് മാസ് കൂടുക, ഓപ്ഷൻ സി അറ്റോമിക് സൈസ് കുറയുക, ഓപ്ഷൻ ഡി ഫോഴ്സ് കോൺസ്റ്റന്റ് കൂടുക. ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയാൻ കാരണമായുള്ള ഘടകം. നമുക്കറിയാം വൈബ്രേഷണൽ ഫ്രീക്വൻസി ν = 1/2π√k/μ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു μ ആണ്. വൈബ്രേഷണൽ ഫ്രീക്വൻസി ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു μ. അപ്പോൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയണമെന്നുണ്ടെങ്കിൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറയാൻ കാരണമായ ഘടകം ഏതായിരിക്കും? മ്യൂ കൂടുന്നതായിരിക്കും. റെഡ്യൂസ്ഡ് മാസ് കൂടുക. ബി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് വൈബ്രേഷണൽ ഫ്രീക്വൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ. വൈബ്രേഷണൽ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് 1/2π√k/. അടുത്തായിട്ട് നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നത് എന്താണെന്ന് നോക്കാം. രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നത് ഒരു മോളിക്യൂളിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് വളരെയധികം തീവ്രതയുള്ള വിസിബിൾ ഓർ UV ലൈറ്റ് ആയിക്കോട്ടെ, ഇൻസിഡൻറ്റ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ച് ഫോട്ടോൺസിന് എനർജി ലെവൽ മാറ്റം സംഭവിച്ചു. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് either ഹയർ ലെവലിലേക്ക് പോകും അല്ലെങ്കിൽ അത് ലോവർ ലെവലിലേക്ക് പോകും. അങ്ങനെയുള്ള ട്രാൻസിഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് നമുക്കറിയാം. രാമൻ സ്കാറ്ററിങ്, ലൈലേസ് സ്കാറ്ററിങ്, ആൻറ്റി സ്റ്റോക്സ് സ്റ്റോക്സ് ലൈൻ ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ തത്വചിന്ത അല്ലെങ്കിൽ തിയറി ഒന്ന് നോക്കിക്കേ. രാമൻ എഫക്റ്റ് CV രാമൻ 1928 രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് റെയിലേ സ്കാറ്ററിംഗ്. ഇൻഎലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് രാമൻ സ്കാറ്ററിംഗ്. എനർജി ട്രാൻസ്ഫർ ടു ഓർ ഫ്രം മോളിക്യൂൾ റൊട്ടേഷണൽ വൈബ്രേഷണൽ എനർജി ചേഞ്ച് കാരണമാകുന്നുണ്ട്. രാമൻ സ്കാറ്ററിംഗ് മൂലം റൊട്ടേഷണൽ എനർജി ചേഞ്ചും വൈബ്രേഷണൽ എനർജി ചേഞ്ചും കാരണമാകുന്നുണ്ട്. ഓക്കെ. ഇനി റെയിലേ ലൈനുണ്ട്, സ്റ്റോക്സ് ലൈനുണ്ട്, ആൻറ്റി സ്റ്റോക്സ് ലൈനുണ്ട്. നോക്കിക്കേ, റെയിലേ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ലൈൻ. നോ എനർജി ചേഞ്ച്, സെയിം ഫ്രീക്വൻസി ആസ് ഇൻസിഡൻറ്റ് ലൈൻ. ഇൻസിഡൻറ്റ് ലൈറ്റിന് അതേ ഫ്രീക്വൻസി ആയിരിക്കും റെയിലേ ലൈൻ ഉണ്ടാവുന്നത്. ഇനി സ്റ്റോക്സ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾ അബ്സോർബ്സ് എനർജി. മോളിക്യൂൾ എനർജീനെ അബ്സോർബ് ചെയ്യുവാണ് നമുക്ക് സ്റ്റോക്സ് ലൈൻ എന്ന് പറയും. അവിടെ സ്കാറ്റേർഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടിലും കുറവായിരിക്കും സ്കാറ്റേർഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്കിനെ വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ആൻറ്റി സ്റ്റോക്ക് ലൈൻ എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ലോസസ് എനർജി ലൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് പറയുന്നത്. സ്കാറ്റേർഡ് ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് 3 തരം ലൈൻസ് ഉള്ളത്: റെയിലേ ലൈൻസ്, സ്റ്റോക്സ് ലൈൻസ്, ആൻറ്റി സ്റ്റോക്സ് ലൈൻസ്. ഇനി ഇവിടുത്തെ സെലക്ഷൻ റൂൾ ഒന്ന് നോക്കാം. റൊട്ടേഷണൽ രാമൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ΔJ = 0 ±2. രാമൻ സ്പെക്ട്രത്തിൽ ഈവൻ നമ്പേർഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് മാത്രമേ സംഭവിക്കൂ. ശ്രദ്ധിക്കണേ, രാമൻ
സ്പെക്ട്രത്തിൽ ഈവൻ നമ്പേർഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ മാത്രമേ സംഭവിക്കുള്ളൂ. സോ ഡെൽറ്റ ജെ ഈക്വൽ ടു 0 വരാം, ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-2 വരാം. ഇനി അതിൻ്റെ വൈബ്രേഷൻസ് നോക്കിക്കേ. വൈബ്രേഷൻ്റെ സമയത്ത് മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റി മാറുന്നുവെങ്കിൽ മാത്രമേ വൈബ്രേഷൻ രാമൻ ആക്റ്റീവ് ആവത്തുള്ളൂ. പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ നോക്കാം. IR ആക്റ്റീവ് വൈബ്രേഷൻസ് രാമൻ ഇനാക്റ്റീവ് ആയിരിക്കാം. IR ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് രാമൻ ആക്റ്റീവ് ആവണമെന്നില്ല. ഇനി രാമൻ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IR ഇനാക്റ്റീവും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ IR ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ച് വേണം. രാമൻ ആക്റ്റീവ് ആവണമെന്ന് പറയുമ്പോൾ എന്ത് പറയണം? അവിടെ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വേണം. അപ്പോൾ IR ആക്റ്റീവ് വൈബ്രേഷൻസ് രാമൻ ഇനാക്റ്റീവ് ആവാം. അതായത് ഡൈപോൾ മൂവ്മെൻറ്റ് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് രാമൻ ആക്റ്റീവ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഈ രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് പോളറൈസബിലിറ്റി ചേഞ്ച് ഉള്ള വൈബ്രേഷൻസ് IR ഇനാക്റ്റീവ് ആവും. ഡൈപോൾ മൂവ്മെൻറ്റിൽ ചേഞ്ച് ഒന്നും കാണത്തുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അടുത്തായിട്ട് നമ്മൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയും IR സ്പെക്ട്രോസ്കോപ്പിയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ നോക്കുവാണ്. റേഡിയേഷൻസ് യൂസ് ചെയ്തേക്കുന്നത് രാമനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് വിസിബിൾ UV വിസിബിൾ റീജിയനിലുള്ള ലേസേഴ്സ് ആയിരിക്കും നമ്മൾ റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ, IR ആണെങ്കിൽ IR റീജിയനിലുള്ള IR റേഡിയേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് പോളറൈസബിലിറ്റിയിലുള്ള ചേഞ്ച് ആണെങ്കിൽ രാമൻ ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റിലുള്ള ചേഞ്ചിനെയാണ് സെലക്ഷൻ റൂൾ നടത്തുന്നതെങ്കിൽ അത് IR ആക്റ്റീവ് ആയിരിക്കും. സാമ്പിൾ പ്രിപ്പറേഷൻ്റെ കേസിൽ രാമൻ ആണെങ്കിൽ മിനിമൽ ക്വാണ്ടിറ്റി മതി. മറ്റേടത്ത് മെയ് റിക്വയർ പൊട്ടാസ്യം ബ്രോമൈഡ് പെല്ലറ്റ് വേണ്ടി വരും. IR ആക്റ്റീവ് ആണ് IR സ്പെക്ട്രോസ്കോപ്പിൽ. യൂസ്ഫുൾ ഫോർ സിമെട്രിക്കൽ മോളിക്യൂൾസിന് യൂസ്ഫുൾ ആവുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. പോളർ മോളിക്യൂൾസിന് വേണ്ടിയിട്ട് നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം. ഇനി രാമൻ ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻസിഡൻറ്റ് മൈനസ് ന്യൂ സ്കാറ്റേർഡ്. അതാണ് രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് ലെങ്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എനർജി ലെവൽസ് ഓഫ് ദ മോളിക്യൂൾസിൻ്റെ എനർജി ലെവലിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻസിഡൻറ്റ് മൈനസ് ന്യൂ സ്കാറ്റേർഡ്. അതായിരിക്കും അവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ നോക്കുമ്പോൾ ലേസർ സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ലേസർ സോഴ്സ് 532 നാനോമീറ്റർ ടു 785 നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. സാമ്പിൾ ഹോൾഡർ ഉണ്ട്, ഒരു മോണോക്രോമീറ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു CCD ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മോളിക്കുലർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഡിറ്റക്ടിങ് സിമെട്രിക്കൽ മോളിക്യൂൾസ് ലൈക്ക് O2 N2. അപ്പോൾ നമുക്കറിയാം O2ൻ്റെ N2ൻ്റെ ഒക്കെ പൊളാരിറ്റി ഹോമോന്യൂക്ലിയർ നേച്ചർ ആയതുകൊണ്ട് IR ഒന്നും നമുക്കൊന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ രാമനിൽ നിന്ന് കിട്ടും. ഡിറ്റക്ടിങ് സിമെട്രിക്കൽ മോളിക്യൂൾസ് ലൈക്ക് O2 N2. സ്റ്റഡി ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് മോളിക്കുലർ സിമെട്രിയും ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. നോൺ ഇൻവേസീവ് അനാലിസിസ് ഓഫ് ബയോളജിക്കൽ സാമ്പിൾസിനെ കുറിച്ചിട്ട് കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫോറൻസിക് സയൻസിൽ ഡ്രഗ് അനാലിസിസ്, പിഗ്മെന്റ് സ്റ്റഡിയിൽ, ആർട്ട് റെസ്റ്റോറേഷനിലൊക്കെ നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് രാമൻ എഫക്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് PYQs. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എവിടെ നിന്നാണ് ഈ രാമൻ എഫക്റ്റ് മോസ്റ്റ്ലി കോമൺ ആയിട്ട് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും നോക്കാം. റെയിൽവേ ലൈൻ, സ്റ്റോക്സ് ലൈൻ, ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സെലക്ഷൻ റൂൾസ് ചോദിക്കാറുണ്ട്. രാമനും IRും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. പോളറൈസബിലിറ്റി ഡെഫിനിഷൻ, CV രാമൻ്റെ കോൺട്രിബ്യൂഷൻ 1928 അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രാമൻ സ്പെക്ട്രം ലഭിക്കാൻ നിർബന്ധമായും മോളിക്യൂളിൽ ഏത് ഘടകം വേണം? ഓപ്ഷൻ എ ഡൈപോൾ മൊമെന്റ്, ഓപ്ഷൻ ബി ലോൺ പെയർ, ഓപ്ഷൻ സി പോളറൈസബിലിറ്റി ചേഞ്ച്, ഓപ്ഷൻ ഡി പെർമനന്റ് ഡൈപോൾ. കറക്റ്റ്, പോളറൈസബിലിറ്റി ചേഞ്ച് വേണം. രാമൻ സ്പെക്ട്രം കാണാൻ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോളറൈസബിലിറ്റി മാറേണ്ടതുണ്ട്. ഇത് IR സ്പെക്ട്രോസ്കോപ്പിയിലുള്ള ഡൈപോൾ മൊമെന്റ് ചേഞ്ചിനോട് വ്യത്യസ്തമാണ് കേട്ടോ. ഇനി രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് CV രാമൻ. 1928 സർ CV രാമൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആഫ്രിക്കൻ റോസോലിൻ്റെ സ്കാറ്ററിങ്ങിൽ നിന്ന് രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് 1930 നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്, ഹി ഗോട്ട് ദി നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 1930. രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏത് റീജിയനിലാണ് ഉള്ളത്? ഓപ്ഷൻ എ എക്സ്റേ, ഓപ്ഷൻ ബി മൈക്രോവേവ്, ഓപ്ഷൻ സി വിസിബിൾ UV, ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ്. വിസിബിൾ UV റീജിയനിലുള്ള റേഡിയേഷനാണ് നമ്മൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ രാമൻ ആക്റ്റീവായ വൈബ്രേഷൻ മോഡും IR ഇനാക്റ്റീവായ വൈബ്രേഷൻ മോഡും ഉള്ളത് ഏത് മോളിക്യൂളിനാണ്? ഓപ്ഷൻ എ HCl, ഓപ്ഷൻ ബി CO, ഓപ്ഷൻ സി CH4, ഓപ്ഷൻ ഡി HF. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഹെറ്ററോന്യൂക്ലിയർ ആണ്. താഴെ പറയുന്ന രാമൻ ആക്റ്റീവായ വൈബ്രേഷണൽ മോഡ് വേണം. ഓക്കെ,
അപ്പോൾ അതുപോലെ തന്നെ IR ഇനാക്റ്റീവായ വൈബ്രേഷണൽ മോഡും വേണം. അപ്പോൾ HCl ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവാണ്. CO ആക്റ്റീവാണ്. CH4 നിൽക്കട്ടെ, HF ആക്റ്റീവാണ്, IR ആക്റ്റീവാണ്. അപ്പോൾ CH4 ഒരു സിമ്മട്രിക് മോളിക്യൂൾ ആണെങ്കിലും പോളറൈസബിലിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നതിനാൽ രാമൻ ആക്റ്റീവാണ്, പക്ഷേ ഡൈപോൾ മൊമെന്റ് ഇല്ല. ഇവിടെ CH4-നകത്താണെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് രാമൻ ഇനാക്റ്റീവ് ആണ്, പക്ഷേ IR ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രത്തിന്റെ സെലക്ഷൻ റൂൾ എന്ത്? ഡെൽറ്റ G = +or-1, ഡെൽറ്റ G = 0, ഡെൽറ്റ G = +or-2, ഡെൽറ്റ G = +or-3. രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലെ റൊട്ടേഷണൽ ട്രാൻസിഷന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ G = +or-2 ആണ്. ഈവൻ നമ്പേർഡ് ലെവൽസ് ചേഞ്ചസ് മാത്രമാണ് രാമൻ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ G = +or-2 എന്ന് പറയുന്നത് ഏത് സ്പെക്ട്രത്തിന്റെ സെലക്ഷൻ റൂളാ? രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ. ഓക്കെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 6, രാമൻ ഷിഫ്റ്റ് എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിനെ, ഇലക്ട്രോൺ അഫിനിറ്റിയെ, മോളിക്കുലർ വൈബ്രേഷണൽ റൊട്ടേഷണൽ എനർജി ലെവൽസിനെ, മോളിക്കുലർ വെയ്റ്റിനെ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അതന്നെ, വൈബ്രേഷണൽ റൊട്ടേഷണൽ എനർജി ലെവൽസിനെ ആയിരിക്കും അല്ലേ മോളിക്യൂൾസ്. അപ്പോൾ രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് V ഇൻസിഡന്റ് - V സ്കാറ്റേർഡ് ആണ്. ഇത് മോളിക്യൂളിന്റെ വൈബ്രേഷണൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ലെവൽസ് ചേഞ്ച് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, സ്റ്റോക്സ് ലൈൻസ് രാമൻ സ്പെക്ട്രത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പോൾ മോളിക്യൂൾ ലൂസസ് എനർജി, മോളിക്യൂൾ റിമൈൻസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്, മോളിക്യൂൾ അബ്സോർബ്സ് എനർജി ഫ്രം ഇൻസിഡന്റ് ഫോട്ടോൺ, മോളിക്യൂൾ അയണൈസ്ഡ് ആകുന്നു. കറക്റ്റ് ആൻസർ മോളിക്യൂൾ അബ്സോർബ്സ് എനർജി ഫ്രം ഇൻസിഡന്റ് ഫോട്ടോൺ. അപ്പോൾ മോളിക്യൂൾ ഇൻസിഡന്റ് ഫോട്ടോണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെയാണെങ്കിൽ എനർജീനെ നമുക്ക് ഈ ഒരു എക്സ് ആക്സിസിൽ നമുക്ക് എനർജീനെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇത് ആൻറ്റി സ്റ്റോക്സ് ലൈനും ഇതെന്തായിരിക്കും? സ്റ്റോക്സ് ലൈനും ആയിരിക്കും. എനർജി കൂടുതലുള്ളത് സ്റ്റോക്സ് ലൈൻ ആയിരിക്കും. മോളിക്യൂൾ അബ്സോർബ്സ് എനർജി ഫ്രം ഇൻസിഡന്റ് ഫോട്ടോൺ. ഇതാണെങ്കിൽ റെയിലെ, ഇതാണെങ്കിൽ ആൻറ്റി സ്റ്റോക്സ് ലൈൻ. ഓക്കെ, സ്റ്റോക്സ് ലൈനിൽ മോളിക്യൂൾ ഇൻസിഡന്റ് ഫോട്ടോണിൽ നിന്ന് എനർജി ഗെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്കാറ്റേർഡ് ലൈറ്റിനുള്ള കുറവുള്ള ഫ്രീക്വൻസി. അടുത്ത 8ാമത്തെ ചോദ്യം, രാമൻ സ്പെക്ട്രത്തിൽ സ്ട്രോങ്ങസ്റ്റ് ലൈൻ ജനറലി എന്തായിരിക്കും? ഏതായിരിക്കും രാമൻ സ്പെക്ട്രത്തിൽ സ്ട്രോങ്ങസ്റ്റ് ലൈൻ? ഫസ്റ്റ് സ്റ്റോക്സ് ലൈൻ ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത് എനർജി അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്സ് ലൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുന്നത്. മോസ്റ്റ് മോളിക്യൂൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അതിനാൽ ഫസ്റ്റ് സ്റ്റോക്സ് ട്രാൻസിഷൻ μ = 0 to 1 ആണ് ഏറ്റവും സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് ലൈൻ അതും ആയിരിക്കും. കേട്ടോ. 9ാമത്തെ ചോദ്യം, രാമൻ ആക്ടിവിറ്റി ആൻഡ് IR ആക്ടിവിറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ എ ഒരേ സെലക്ഷൻ റൂൾ, ഓപ്ഷൻ ബി ഇരുവരും ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വേണം, ഓപ്ഷൻ സി ഒരേ മോളിക്യൂളിൽ ഒരേ വൈബ്രേഷനിൽ ഇരുവരിലും ആക്റ്റീവ് ആയിരിക്കണം, ഓപ്ഷൻ ഡി രാമൻ ആൻഡ് IR മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രാമനും IRഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സിമ്മട്രിക് മോളിക്യൂൾസിൽ രാമൻ ആൻഡ് IRഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രാമൻ ആക്ടിവിറ്റി പോളറൈസബിലിറ്റി ചേഞ്ച് കൊണ്ടും IR ആക്ടിവിറ്റി ഡൈപോൾ മൊമെന്റ് ചേഞ്ച് കൊണ്ടുമാണ്. ഇരു വൈബ്രേഷൻസും ഇരുപക്ഷത്തും ഇനാക്റ്റീവ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനാക്റ്റീവ് ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ് ആണെങ്കിൽ IR ഇനാക്റ്റീവ്, IR ആക്റ്റീവ് ആണെങ്കിൽ രാമൻ ഇനാക്റ്റീവ്. ഓക്കെ, രാമൻ സ്കാറ്ററിംഗിൽ ആന്റി സ്റ്റോക്സ് ലൈനിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ ലേസർ സോഴ്സിന്റെ എനർജി കുറവ്, ഓപ്ഷൻ ബി ഡിറ്റക്ടേഴ്സിന്റെ സെൻസിറ്റിവിറ്റി കുറവ്, ഓപ്ഷൻ സി ഇനീഷ്യൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ കുറവ്, ഓപ്ഷൻ ഡി ഇൻസിഡന്റ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആൻറ്റി സ്റ്റോക്സ് ലൈനാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ കാരണം? ഇനീഷ്യൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കുറവായതുകൊണ്ടാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കാൻ കാരണം. നോക്കിക്കേ, ഒന്ന് വിവരണം നോക്കാം. ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് മോളിക്യൂൾസ് ഓൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലൈൻസ് ആണ്. ഇത്തരം പോപ്പുലേഷൻസ് കുറവായതിനാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറവായിരിക്കും. ഓക്കെ അല്ലേ? 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലേസർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ നിയോഡിമിയം YAG 532 nm, ഹീലിയം നിയോൺ 632.8 നാനോമീറ്റർ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ലേസർ, ഓപ്ഷൻ ഡി ഡയോഡ് ലേസർ. ഇവിടെ രാമൻ സ്പെക്ട്രോസ്കോപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലേസർ അല്ലാത്തത് നോക്കിക്കേ, ഇവിടെ CO2 പറ്റത്തില്ല,
കാരണം എന്താ, CO2 ലേസർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് പ്രവർത്തിക്കുന്നത്. രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ജനറലി വിസിബിൾ ഓർ നിയർ IR റീജിയൻ, അതായത് 532 to 785 നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം, രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ റെയിലേ ലൈൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഇൻസിഡന്റ് വേവ്ലെങ്തിനേക്കാൾ വലിയ ഭാഗത്ത്, ഓപ്ഷൻ ബി ഇൻസിഡന്റ് വേവ്ലെങ്തിനേക്കാൾ ചെറിയ ഭാഗത്ത്, ഓപ്ഷൻ സി ഇൻസിഡന്റ് വേവ്ലെങ്തിൽ തന്നെയാണ്, ഓപ്ഷൻ ഡി റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്കറിയാം റെയിലേ ലൈൻ എന്ന് പറയുമ്പം അത് ഇൻസിഡന്റ് വേവ്ലെങ്തിൽ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. റെയിലേ സ്കാറ്ററിങ്ങിൽ മോളിക്യൂൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നുമില്ല, അത് ലൂസ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റിൻ്റെ അതേ വേവ് ലെങ്ത് ആയിരിക്കും. അതിനാൽ റെയിലേ ലൈൻ സെൻറ്ററിൽ തന്നെ കാണാൻ സാധിക്കുന്നു. 13ാമത്തെ ചോദ്യം, രാമൻ ആക്ടിവിറ്റി ഇല്ലാത്ത മോളിക്യൂൾ ഏത്? രാമൻ ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോളറൈസബിലിറ്റി ചേഞ്ച് വേണം. N2O2 CH4 ഇല്ലാത്തത് ഒന്നുമില്ല. ഓപ്ഷൻ ഡി രാമൻ ആക്ടിവിറ്റി ഇല്ലാത്ത മോളിക്യൂൾ ഏതാണെന്ന ചോദ്യം. ഇപ്പോൾ ഇവിടെ N2 ആണെങ്കിൽ പോളറൈസബിലിറ്റി ചേഞ്ച് ഉണ്ട്, O2 ആണെങ്കിലുണ്ട്, CH4 ആണെങ്കിലും ഉണ്ട്. സോ ഇല്ലാത്തതൊന്നും ഇല്ലാത്തതാണ്, ഒന്നുമല്ല എന്നാണ് കറക്റ്റ് ആൻസർ. സിമെട്രിക് മോളിക്യൂൾസിനെ നമുക്ക് രാമൻ ആക്റ്റീവ് ആക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഡൈപോൾ മൊമെന്റ് ഇല്ലെങ്കിൽ പോളറൈസബിലിറ്റിയിൽ അവിടെ മാറ്റം ഉണ്ടാകുന്നു. അതിനാൽ ഇവ രാമൻ ആക്റ്റീവ് ആണ്. ഓക്കെ. 14ാമത്തെ ചോദ്യം, രാമൻ സ്കാറ്ററിങ്ങിൽ ഫോട്ടോൺ എനർജി കുറയുന്നവ ഏത് ലൈൻസ് ആണ്? ആൻറ്റി സ്റ്റോക്സ്, റെയിലേ, സ്റ്റോക്സ്, ഹൈപ്പർഫൈൻ. അപ്പോൾ ഈ ചോദ്യം നമുക്കൊന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. രാമൻ സ്കാറ്ററിങ്ങിൽ ഫോട്ടോൺ എനർജി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ലൈൻ ഏതാണ്? ഉത്തരം സ്റ്റോക്സ് ലൈൻ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കേ. രാമൻ സ്കാറ്ററിങ് എന്തോ ഒരു ഇലാസ്റ്റിക് അല്ലാത്ത സ്കാറ്ററിങ് ആണ്. അപ്പോൾ രാമൻ സ്കാറ്ററിങ് ഇലാസ്റ്റിക് അല്ല. ഇതിൽ ഒരു ഫോട്ടോൺ ഒരു മോളിക്യൂളുമായി ഇടിക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജത്തിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഫോട്ടോൺ വേണ്ടിയിട്ട് കൊളൈഡ്സ് വിത്ത് ദി മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് എനർജി വ്യത്യാസപ്പെടും. അതിനകത്ത് 3 തരത്തിലുള്ള ലൈനാണ് രാമൻ സ്കാറ്ററിങ്ങിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സ്റ്റോക്സ് ലൈൻ. അവിടെ സ്റ്റോക്സ് ലൈനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസിഡന്റ് ഫോട്ടോൺ ഒരു മോളിക്യൂളിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോൺ വന്നിട്ട് പതിക്കുമ്പോൾ മോളിക്യൂൾസ് ഗെറ്റ്സ് എക്സൈറ്റഡ്. മോളിക്യൂൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ മോളിക്യൂള് ഓൾറെഡി ഫോട്ടോണിനകത്തുള്ള എനർജി ഗെയിൻ ചെയ്തിട്ടാണ് അത് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുന്നത്. അതിനാൽ ഫോട്ടോണിന് എന്ത് സംഭവിക്കും? ഫോട്ടോണിലെ എനർജി കുറയും. ഫോട്ടോണിൻ്റെ എനർജി കുറയാൻ മീൻസ് E=hν വെച്ചിട്ട് ഫ്രീക്വൻസിയും കുറയും. അതിനാൽ ലൈൻ ലോവർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയർ വേവ് ലെങ്ത് ഭാഗത്തായി കാണപ്പെടും. ഇതാണ് സ്റ്റോക്സ് ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? രാമൻ സ്കാറ്ററിങ്ങിൽ ഫോട്ടോണിൻ്റെ എനർജി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ലൈൻ ഏതാണെന്ന്. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി കുറയുക മീൻസ് ഫ്രീക്വൻസി കുറഞ്ഞ ഏരിയ. ഫ്രീക്വൻസി കുറഞ്ഞ ഏരിയയിൽ കാണപ്പെടുന്ന ലൈൻ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലൈനാണ്. ഓക്കെ. ഇനി ആൻറ്റി സ്റ്റോക്സ് ലൈനാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലൈൻ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ രാമൻ സ്കാറ്ററിങ്ങിൽ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അവിടെ ആ വൈബ്രേഷണലി എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അത് മോളിക്യൂളിനെ ഇരിക്കുമ്പോഴേക്കും മോളിക്യൂളിൻ്റെ എനർജി ലോസ് ചെയ്യുന്നു. അതായത് ഫോട്ടോണിന് എനർജി ഗെയിൻ ചെയ്യുന്നു. എനർജി ഗെയിൻ ചെയ്യുമ്പോൾ മീൻസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി കൂടും. അതിനാൽ ലൈൻ ഹയർ ഫ്രീക്വൻസി ഭാഗത്തായി കാണപ്പെടും. അതിനെയാണ് നമ്മൾ ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് ഒരു ടൈപ്പ് ഓഫ് ലൈനും കൂടെ ഉണ്ട്, റെയിലേ ലൈൻ. അത് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. മോളിക്യൂൾ നെയ്തർ ഗെയിൻസ് നോർ ലൂസ് എനർജി. ഫോട്ടോൺ റീറ്റെയിൻസ് സെയിം എനർജി ആൻഡ് ഫ്രീക്വൻസി. അവിടെ നോ രാമൻ ഷിഫ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് രാമൻ ലൈൻ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അടുത്ത 15ാമത്തെ ചോദ്യം, രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ റൊട്ടേഷണൽ സ്പെക്ട്രയുടെ റീജിയൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഏതാണ് റൊട്ടേഷണൽ സ്പെക്ട്രയുടെ റീജിയൻ? ഉത്തരം 1 to 100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര കാണാൻ പറ്റുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ. അപ്പോൾ റൊട്ടേഷണൽ രാമൻ ലൈൻസ് IR റീജിയൻ്റെ കീഴിൽ 1 to 100 സെൻറ്റിമീറ്റർ പ്ലസ് ഏരിയയിലാണ് കാണുന്നത്. വൈബ്രേഷണൽ രാമൻ ആണെങ്കിൽ റൊട്ടേഷണൽ രാമനും ഉണ്ട്, വൈബ്രേഷണൽ രാമനും ഉണ്ട്. വൈബ്രേഷണൽ രാമൻ ആണെങ്കിൽ 400 to 4000 per സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന റീജിയനിലാണ് കാണുന്നത്. വിസിബിലിറ്റി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 16ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഡിസ്റ്റോർഷൻ കേപ്പബിലിറ്റി, ഓപ്ഷൻ ബി ഡൈപോൾ മൊമെന്റ്, ഓപ്ഷൻ സി മോളിക്യുലർ ഷേപ്പ്, ഓപ്ഷൻ ഡി മാസ് നമ്പർ.
ഇവിടെ പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താ സംഭവം, അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഒരു ഡിസ്റ്റോർഷനാണ് പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, അതാ ഇങ്ങനൊരു ഡിസ്റ്റോർഷൻ. ഇപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ മോർ ഓഫ് ദി ഇലക്ട്രോൺ മൂവ്സ് ടുവേർഡ്സ് ക്ലോറിൻ ബിക്കോസ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെയും പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഡിസ്റ്റോർഷൻ കേപ്പബിലിറ്റിയാണ്. പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് എത്രത്തോളം ഡിസ്റ്റോർഷൻ ചെയ്യാനാകുന്നു എന്നതാണ്. ഈ ഡിസ്റ്റോർഷൻ വൈബ്രേഷൻ സമയത്ത് മാറുന്നുണ്ടെങ്കിൽ അത് റാമൻ ആക്റ്റീവ് ആണ്, അങ്ങനെയാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ചോദ്യം, വൈബ്രേഷണൽ റാമൻ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂൾ ഏതാണ്? വൈബ്രേഷണൽ റാമൻ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു ±1 ആണ്. സോ ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. വൈബ്രേഷണൽ റാമൻ ട്രാൻസിഷനിൽ അലൗഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു ±1 ആണ്. അതായത് ഗ്രൗണ്ട് ടു ഫസ്റ്റ് എക്സൈറ്റഡ് വൈബ്രേഷണൽ ലെവൽ ലൈക്ക് ഇൻ IR പോലെ തന്നെയാണ് വൈബ്രേഷണൽ റാമൻ സ്പെക്ട്രോസ്കോപ്പിയിലും ഉള്ളത് സെലക്ഷൻ റൂൾ. 18ാമത്തെ ചോദ്യം, റാമൻ സ്പെക്ട്രത്തിൽ ലൈൻ സിമെട്രിക് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ലൈൻ സിമെട്രിക് ആയിട്ടാണ് റാമൻ സ്പെക്ട്രത്തിൽ കാണപ്പെടുന്നത്. കാരണം എന്ത്? സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് സിമെട്രിക് അറൗണ്ട് റെയിലേ ലൈന് അറൗണ്ട് സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും സിമെട്രിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്റ്റോക്സ് ലൈനും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും റെയിലേ ലൈനിനെ കേന്ദ്രമാക്കിയിട്ടാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് ലോവർ മ്യൂവിൽ സ്റ്റോക്സും റൈറ്റ് സൈഡ് ഹയർ മ്യൂവിൽ ആൻറ്റി സ്റ്റോക്സുമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ക്വസ്റ്റ്യൻ എന്താണ്, റാമൻ സ്പെക്ട്രത്തിൽ ലൈൻസ് സിമെട്രിക് ആയിട്ട് കാണപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, റാമൻ എഫക്റ്റ് IR സ്പെക്ട്രോസ്കോപ്പിനേക്കാൾ ഉപകാരപ്രദമായിട്ടുള്ള സ്ഥിതി ഏതാണ്? ഓപ്ഷൻ എ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ, ഓപ്ഷൻ ബി ഹോമോന്യൂക്ലിയർ സിമെട്രിക് മോളിക്യൂൾസിൻ്റെ കേസിൽ, ഓപ്ഷൻ സി കോൺജുഗേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ, ഓപ്ഷൻ ഡി അയോൺസ് ഇൻ സൊല്യൂഷൻസിൻ്റെ കേസിൽ. അപ്പോൾ നമുക്കറിയാം ഹോമോന്യൂക്ലിയർ സിമെട്രിക് മോളിക്യൂൾസിൻ്റെ കേസിൽ റാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് മോർ യൂസ്ഫുൾ. ഇവിടെ നോക്കിക്കേ, IR സ്പെക്ട്രോസ്കോപ്പി സിമെട്രിക് മോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാനാകില്ല. അപ്പോൾ നമുക്ക് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സിമെട്രിക് മോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റാമൻ സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിൽ സിമെട്രിക് മോളിക്യൂൾസ് ലൈക്ക് N2O2 ഇവയെ ഡിറ്റക്ട് ചെയ്യാനാകും. കാരണം എന്താ, അവിടെ പോളറൈസബിലിറ്റി ചേഞ്ച് മതി, അല്ലാതെ പൊളാരിറ്റി ഡിഫറൻസ് അവിടെ വേണ്ട. പക്ഷേ IR സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിൽ നമുക്കവിടെ പൊളാരിറ്റി ഡിഫറൻസ് വേണമായിരുന്നു. 20ാമത്തെ ചോദ്യം ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സീരീസ്, ദാറ്റ് ഇസ് റാമൻ സ്പെക്ട്രോസ്കോപ്പി. റാമൻ എഫക്റ്റിൻ്റെ പ്രായോഗിക ഉപയോക്താവ്? ഫോറൻസിക് സയൻസ്, അസ്ട്രോണമി, ഓപ്ഷൻ സി ബയോളജിക്കൽ ഇമേജിംഗ്, ഓപ്ഷൻ ഡി എല്ലാം മൂന്നും. ഇവിടെ ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. കാരണം റാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ് ഫോർ ഡ്രഗ് ഫൈബർ പിഗ്മെൻറ്റ് ഡിറ്റക്ഷൻ. അസ്ട്രോണമി യൂസസ് റാമൻ ലൈൻസ് ഫോർ ഇൻഡസ്ട്രിയൽ മോളിക്യൂൾ സ്റ്റഡി. ബയോളജിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് DNA, പ്രോട്ടീൻ, ടിഷ്യൂ അനാലിസിസിലൊക്കെ നമുക്ക് റാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇമ്പോർട്ടൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റാമൻ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണിത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് ഹോപ്പ് യു വിൽ യൂസ് ഇറ്റ്. ഓക്കെ, നൗ വി മൂവിങ് ടു ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം അതിൻ്റെ ഇലക്ട്രോണിനെ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോൺസ് എനർജി അബ്സോർബ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി അബ്സോർപ്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിനെയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബിറ്റ്വീൻ മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫൻ അക്കമ്പനൈഡ് ബൈ വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വൈബ്രേഷണൽ ട്രാൻസിഷൻസും റൊട്ടേഷണൽ ട്രാൻസിഷനെയും അക്കമ്പനി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേസും റീജിയൻസും ഏതൊക്കെയാണെന്ന് നോക്കാം. UV വിസിബിൾ റീജിയൻ ആണ് ശരിക്കും. UV വിസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ 200 to 400 നാനോമീറ്റർ. വിസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ 400 to 800 നാനോമീറ്റർ ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ റേസ് ആൻഡ് റീജിയൻ നോക്കണം. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ അറിയുന്നത് 200 to 400 നാനോമീറ്ററിലും 400 to 800 നാനോമീറ്ററിലുമാണ്. അപ്പോൾ നമുക്ക് 200 to 800 എന്ന് ഒരുമിച്ച് പഠിച്ചാൽ മതി, 2 തൊട്ട് 8 വരെ. അതിനകത്ത് 200 to 400 എന്ന് പറയുന്നത് UV റീജിയനും 400 to 800 എന്ന് പറയുന്നത് വിസിബിൾ റീജിയനുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഈസ് ഓൾസോ കോൾഡ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഇതിൻ്റെ പ്രധാന ടൈപ്പ് ഓഫ് എക്സൈറ്റേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിക് എക്സൈറ്റേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്, N to പൈ സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ ഉണ്ട്, N to പൈ സ്റ്റാർ ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, അതാണ് ഹയസ്റ്റ് എനർജി ഉള്ളത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? N to
സിഗ്മ സ്റ്റാർ. അപ്പം അവിടെയും നമ്മൾ സിഗ്മ സ്റ്റാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് പോകുന്നത്, സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മളോട് പണ്ടങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് ഹയസ്റ്റ് എനർജിയുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ പൈ ടു പൈ സ്റ്റാർ, അത് കഴിഞ്ഞാൽ പിന്നെ എൻ ടു പൈ സ്റ്റാർ. ഓക്കെ, അപ്പോൾ എൻ ടു പൈ സ്റ്റാർ ആണ് ദ ലോവസ്റ്റ് അല്ലെങ്കിൽ വിസിബിൾ റീജിയണിൽ വരുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് എൻ ടു പൈ സ്റ്റാർ ആണ്. അത് മെയിനായിട്ട് കാണിക്കുന്നത് കാർബണൈൽസും നൈട്രോ ഗ്രൂപ്പുമുള്ള ഗ്രൂപ്പ്സ് ആണ്, മോളിക്യൂൾസ് ആണ് കാണിക്കുന്നത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ ബോണ്ടുള്ളത് ആൽക്കെയിൻസിലാണ്, ഹയർ എനർജി ആണ്. എൻ ടു സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾസ് അമീൻസ് ആണ്, മോഡറേറ്റ് എനർജി ആണ്. പൈ ടു പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആൽക്കീൻസ് ഉണ്ട്, അറോമാറ്റിക്സ് ഉണ്ട്, അവർക്ക് ലോവർ എനർജി ആണ്. ഇവിടെ എൻ എന്ന് പറയുന്ന നോൺ ബോണ്ടിങ് ഇലക്ട്രോണിനെ, സിഗ്മയും പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും, സിഗ്മ സ്റ്റാർ പൈ സ്റ്റാറും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസുമാണ്. ഓക്കെ, ഇനി നമുക്ക് സെലക്ഷൻ റൂളിലേക്ക് പോകാം. സെലക്ഷൻ റൂളിൽ വരുന്നത് നമുക്കിവിടെ സ്പിൻ സെലക്ഷൻ റൂളും ലപ്പോർട്ടി സെലക്ഷൻ റൂളും ഉണ്ട്. ഓക്കെ, സ്പിൻ സെലക്ഷൻ റൂൾ എന്ന് പറയുമ്പം ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0, അതായത് സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് ആയിരിക്കും അലൗഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് മാത്രമാണ് അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലപ്പോർട്ടി റൂൾ എന്ന് പറയുമ്പം ജെറൈഡ് ടു ജെറൈഡ് ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. ജെറൈഡ് ടു ജെറൈഡ് ഫോർബിഡൻ ആണ്, ജെറൈഡ് ടു അൺജെറൈഡ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെൻട്രോസിമെട്രിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ജെറൈഡ് ഉണ്ട്, ആ ജെറൈഡ് ടു ജെറൈഡ് ട്രാൻസിഷൻസ് ഫോർബിഡൻ ആണ്. പിന്നെ വരുന്ന ഒരു സെലക്ഷൻ റൂൾ ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ ആൻഡ് എൻ ടു പൈ സ്റ്റാർ അലൗഡ് ഇൻ മോസ്റ്റ് ഓർഗാനിക് മോളിക്യൂൾസ്. ഓർഗാനിക് മോളിക്യൂൾസിൽ കാണപ്പെടുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് പൈ ടു പൈ സ്റ്റാറും അതുപോലെ തന്നെ എൻ ടു പൈ സ്റ്റാറും ആണ്. കിട്ടിയല്ലോ. സ്പിൻ സെലക്ഷൻ റൂളിനകത്ത് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. ലപ്പോർട്ടി സെലക്ഷൻ റൂളിനകത്ത് ജി ടു ജി ഈസ് നോട്ട് അലൗഡ്. എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും മെയിനായിട്ട് കാണപ്പെടുന്നത് എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും മെയിനായിട്ട് കാണപ്പെടുന്നത് ഓർഗാനിക് മോളിക്യൂൾസിനാണ്. ഇനി സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ബ്രോഡ് ബാൻഡ് ആണ് ഡ്യൂ ടു വൈബ്രേഷണൽ സബ് ലെവൽസ്. നമ്മൾ പറഞ്ഞു അതിനകത്ത് റോട്ടേഷണൽ സബ് ലെവൽസും വൈബ്രേഷണൽ സബ് ലെവൽസും എല്ലാം നമ്മുടെ ഇലക്ട്രോണിക് ഈ ട്രാൻസിഷനകത്തുണ്ട്, അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോഡ് ബാൻഡ് ആയിരിക്കും നമുക്ക് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി തരുന്നത്. മൾട്ടിപ്പിൾ പീക്സ് ഉണ്ടാക്കും. ഈച്ച് ഇലക്ട്രോണിക് ട്രാൻസിഷൻ മേ ഹാവ് വൈബ്രേഷണൽ ട്രാൻസിഷൻ. ഓരോ ഇലക്ട്രോണിക് ട്രാൻസിഷനും വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്പിൾ പീക്സ് ഉണ്ട്. പിന്നെ അബ്സോർബൻസ് പ്ലോട്ടഡ് വേഴ്സസ് വേവ് ലെങ്ത് ഓർ വേവ് നമ്പർ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ, വേവ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ക്രോമോഫോർസ് എന്താണ്, ഓക്സോക്രോം എന്താണെന്ന് നോക്കാം. ക്രോമോഫോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സിസ്റ്റം ദാറ്റ് അബ്സോർബ്സ് യു വി വിസിബിൾ ലൈറ്റ്. യു വി വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോൺ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമോഫോർ. എക്സാമ്പിൾസ് വരുന്നത് കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ട് സി, പിന്നെ സി ഡബിൾ ബോണ്ട് കാർബണൈൽ ഗ്രൂപ്പ്സ് ഒക്കെയാണ്. അതേസമയം ഓക്സോക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ദാറ്റ് മോഡിഫൈസ് ഇൻറ്റൻസിറ്റി ഓർ പൊസിഷൻ. അപ്പോൾ ആ ഒരു നമുക്കറിയാം, ഇപ്പോൾ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിക് ഒക്കെ ആണെങ്കിൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റീനെ വീണ്ടും, അതായത് നമുക്കിപ്പോൾ ക്രോമോഫോറിൻ്റെ ഇൻറ്റൻസിറ്റിനെ കുറച്ചും കൂടി ഒന്ന് ക്രോമോഫോറിൻ്റെ ആ ഒരു അബ്സോർപ്ഷനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് ഓക്സോക്രോം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ദാറ്റ് മോഡിഫൈസ് ഇൻറ്റൻസിറ്റി ഓർ പൊസിഷൻ ഈസ് കോൾഡ് ഓക്സോക്രോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് നോക്കാം. കോമ്പൗണ്ട് ഐഡൻറ്റിഫിക്കേഷൻ, കോൺജുഗേഷൻ ചെക്ക്, ലാംഡ മാക്സ് ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കളർ അനാലിസിസ്, ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ഡി ട്രാൻസിഷൻ, ബയോമോളിക്യൂൾ ഡിറ്റക്ഷൻ, DNA പ്രോട്ടീൻ അബ്സോർബ്സ് അറ്റ് 260 to 280 നാനോമീറ്റർ. ഈ ലാംഡ മാക്സ് ഷിഫ്റ്റ് ഒക്കെ നമ്മളോട് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിനൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. എനിവേ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് ലാംഡ മാക്സ് ഷിഫ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്പെക്ട്രൽ ഷിഫ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് സ്പെക്ട്രൽ ഷിഫ്റ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ബാത്തോക്രോമിക് ഷിഫ്റ്റും രണ്ട് ഹിപ്സോക്രോമിക് ഷിഫ്റ്റും. ബാത്തോക്രോമിക് ഷിഫ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി ആയതുകൊണ്ട് തന്നെ അത് റെഡ് ഷിഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബാത്തോക്രോമിക് ഷിഫ്റ്റാണ് റെഡ് ഷിഫ്റ്റ് എന്നറിയുന്നത്. അത് ലോങ്ങർ വേവ് ലെങ്തിലായിരിക്കും കാണപ്പെടുന്നത് റെഡ് ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് അത് പറയാൻ വേണ്ടിയിട്ട് വിബ്ജിയോറിനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അവസാനത്തെ 6 റെഡ് ഷിഫ്റ്റ് ലോങ്ങർ വേവ് ലെങ്ത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പഠിക്കുക. അതായത് അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. ബാത്തോക്രോമിക് ഷിഫ്റ്റ്, റെഡ് ഷിഫ്റ്റ്, കോൺജുഗേഷൻ കൂടുതലുള്ള ഷിഫ്റ്റ്, കോൺജുഗേഷൻ കൂടുതലാണ്, അതുകൊണ്ട് സോൾവൻറ്റ് പൊളാരിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് ലോങ്ങർ വേവ് ലെങ്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ വേവ് ലെങ്തിലുള്ള ഷിഫ്റ്റ് ആയിരിക്കും. എഫക്റ്റ് ഓൺ ലാംഡ മാക്സ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമായിരിക്കും.
ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഷിഫ്റ്റ് ആണ്. ലോസ് ഓഫ് കോൺജുഗേഷൻ ഓർ സോൾവെന്റ് ചേഞ്ച്, കോൺജുഗേഷനിലുള്ള നഷ്ടപ്പെടലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, വേവ് ലെങ്ത് കുറയും, ടുവേർഡ്സ് ഷോർട്ടർ ഏരിയ ആയിരിക്കും. അപ്പോൾ ഹിപ്സോക്രോമിക് ഷിഫ്റ്റും ബാത്തക്രോമിക് ഷിഫ്റ്റും ഇവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. അങ്ങോട്ട് പോകുന്നവർ വേവ് ലെങ്ത് കൂടുമെന്ന് എഴുതുക. വേവ് ലെങ്ത് കൂടുന്നത് റെഡ് റീജിയനിലേക്കായിരിക്കും. അപ്പോൾ റെഡ് റീജിയനിലേക്ക് നേരെ തിരിച്ചാണ് കേട്ടോ ആക്ച്വലി. പക്ഷേ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ച് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ബിയർ-ലംബർട്ട്സ് ലോ. അപ്പോൾ ബിയർ-ലംബർട്ട്സ് ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, A = എപ്സിലൺ CL എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ബിയർ-ലംബർട്ട്സ് ലോ എന്ന് പറയുന്നത്. അവിടെ A എന്ന് പറയുന്നത് അബ്സോർബൻസ്, എപ്സിലൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർപ്റ്റിവിറ്റി, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആൻഡ് L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത്തുമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ബിയർ-ലംബർട്ട്സ് ലോ എന്ന് പറയുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്. A = എപ്സിലൺ CL ആണ്. അവിടെ അബ്സോർബൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മോളാർ അബ്സോർപ്റ്റിവിറ്റി, കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത്. ഇനി ടിപ്പിക്കൽ ലാംഡ മാക്സ് വാല്യൂസിൻ്റെ ഒരു റഫ് ഗൈഡാണ് നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളവിടെ കഴിഞ്ഞ തവണ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട രീതിയിൽ ഇപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ IR അബ്സോർപ്ഷൻ എവിടെയാണ് എന്നുള്ള രീതിയിലേക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആൽക്കീൻ്റെ ഒരു ലാംഡ മാക്സ് റേഞ്ച് എന്ന് പറയുന്നത് 170 to 190 നാനോമീറ്റർ ആയിരിക്കും. അതേസമയം അരോമാറ്റിക് കോമ്പൗണ്ട് ആണെങ്കിൽ 200 to 260 നാനോമീറ്റർ ആയിരിക്കും കാണിക്കുന്നത്. കോൺജുഗേറ്റഡ് ഡൈൻസ് ആണെങ്കിൽ 220 to 270 നാനോമീറ്റർ ആയിരിക്കും. കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് പറയുന്നത് കാർബണൈൽ കോമ്പൗണ്ട് ആണ് 270 to 300 നാനോമീറ്റർ ആണ്. ഹൈലി കോൺജുഗേറ്റഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 300 നാനോമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാംഡ മാക്സ് ഷിഫ്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം 170 നാനോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സിമ്പിൾ ആൽക്കീനാണ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 200 to 260 റേഞ്ച് വരും. കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് പറയുമ്പോൾ കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് പറയുമ്പോൾ ഡൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത് തന്നെയാണ് ഡൈ എന്ന് പറയുക. കോൺജുഗേറ്റഡ് ഡൈ എന്ന് പറയുമ്പോൾ അഗെയിൻ ഇങ്ങനെ ഒരെണ്ണം വന്നു. അപ്പോൾ കോൺജുഗേറ്റഡ് ഡൈൻ ആണെങ്കിൽ 220 to 270 നാനോമീറ്റർ. കോൺജുഗേറ്റഡ് ഡൈൻ കോൺജുഗേറ്റഡ് ഡൈൻ മീൻസ് അഗെയിൻ ഇത് വേണ്ട, കോൺജുഗേറ്റഡ് ഡൈൻ. ഓക്കെ, ഇതിപ്പോൾ കോൺജുഗേറ്റഡ് ഡൈൻ. ഡൈ എന്ന് പറയുമ്പോൾ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, ഡൈ ഇ. ഇനി അത് കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് ആണ് മീൻസ് ഇങ്ങനെ വരുന്നത് നമുക്ക് ഇങ്ങനെ കോൺജുഗേഷൻ ഉണ്ട്. ഓക്കെ, കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണും പൊതുവായിട്ട് കാണുന്ന ലാംഡ മാക്സ് റേഞ്ച് എന്ന് പറയുന്നത് 270 to 300 നാനോമീറ്റർ ആണ്. ഹൈലി കോൺജുഗേറ്റഡ് ആണെങ്കിൽ 300 അബവ് 300 നാനോമീറ്റർ. ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത് അബവ് 300 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, വിസിബിൾ റീജിയനിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് റീജിയൻ ഏതാണ്? ഇപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിക്ക് മറ്റൊരു പേരും കൂടി പറയും നമ്മൾ പറഞ്ഞു, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇവിടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് വരുന്നത് UVയുടേത് 200 to 400ഉം വിസിബിളിൻ്റെത് 400 to 800 നാനോമീറ്ററിലുമാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘടകം ഏത്? പൈ ടു പൈ സ്റ്റാർ ആണ്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ട്രാൻസിഷൻ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ, N ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, N ടു പൈ സ്റ്റാർ അല്ലേ. അതിൽ തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘടകം ഏതായിരിക്കും? അത് തന്നെ ആൽക്കീൻസ് ഉള്ളതായിരിക്കും, C2H4. എഥീനിൽ പൈ ബോണ്ട് ഉണ്ട്, അതിനാൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നു. CH4, H2O എന്നിവയിൽ പൈ ബോണ്ട് ഇല്ല. അപ്പോൾ പൈ ബോണ്ട് ഇല്ലാത്തടുത്ത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കത്തില്ല. എന്നത് ഈ പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിനകത്ത് ഇപ്പോൾ C ഡബിൾ ബോണ്ട് സിയിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഉള്ളത്. C സിംഗിൾ ബോണ്ട് സിക്കകത്താണെങ്കിൽ ഒരു സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. C ട്രിപ്പിൾ ബോണ്ട് സിക്കകത്താണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉണ്ട്. അപ്പോൾ പൈ ബോണ്ട് എവിടെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെയാണെങ്കിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് നടക്കുന്നത്. അതേസമയം ഇവിടെ CH4ലും H2Oയിലും ഒന്നും പൈ ബോണ്ട് ഇല്ല, സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. CH4ൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് CH4ൻ്റെ സ്ട്രക്ചർ, വെറും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം ഹൈഡ്രജൻ ആണ്, ബോണ്ട് വന്നിരിക്കുന്നത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ഇനി H2Oയിലാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു 1 ഓക്സിജൻ ആറ്റം, അവിടെയും സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോൺ ബോണ്ടിങ് ഓർബിറ്റലിൽ നിന്ന് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്കുള്ള ട്രാൻസിഷനെ എങ്ങനെ സൂചിപ്പിക്കുന്നു? സിഗ്മ ടു പൈ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, N ടു പൈ സ്റ്റാർ, പൈ ടു N. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ ബോണ്ടിങ് ഓർബിറ്റൽ. നോൺ ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? N ആണ്.
ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഏത് സിഗ്മ സ്റ്റാർ ആവാം പൈ സ്റ്റാർ ആവാം. ഓക്കെ, ഇത് രണ്ടും ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് വരുന്നത് N2 പൈ സ്റ്റാർ മാത്രമാണ് വരുന്നത്, N2 സിഗ്മ സ്റ്റാർ എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല. ഓക്കെ, സോ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. അപ്പോൾ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻസ് കാർബണിൽ നൈട്രോ കോമ്പൗണ്ട്സിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. നോൺ ബോണ്ടിങ്ങിൽ നിന്ന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലേക്കുള്ള ട്രാൻസിഷൻ മോസ്റ്റ്ലി ഇത് കാണപ്പെടുന്നത് നൈട്രോ കോമ്പൗണ്ട്സിലും കാർബണൈൽ കോമ്പൗണ്ട്സിലൊക്കെയാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്. കളർ കാണിക്കും, ചില കോമ്പൗണ്ട്സ് കളർ കാണിക്കും. അത് എന്തിൻ്റെ ഫലം കൊണ്ടാണ് ഈ ഒരു കളർ കാണിക്കുന്നതിന് കാരണം? ഓപ്ഷൻ എ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഡെഫിഷ്യൻസി, ഓപ്ഷൻ സി N2 പൈ സ്റ്റാർ ഓർ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, ഓപ്ഷൻ ഡി മെറ്റൽ അയോൺ. അപ്പോൾ ഇവിടെ ശരിക്കും കളർ കാണിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് N2 പൈ സ്റ്റാർ ഓർ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. വിസിബിൾ റീജിയനിൽ ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് മോളിക്യൂൾ എക്സൈറ്റ് ആകുമ്പോഴാണ് അവിടെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിസിബിൾ റീജിയനിലാണ് ഇവിടെ എക്സൈറ്റേഷൻ നടക്കുന്നതെങ്കിൽ മാത്രമേ അവിടെ കളർ ഫോം ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് എവിടേക്കാണ് കിട്ടുന്നത്? പൈ ടു പൈ സ്റ്റാറിലും N2 പൈ സ്റ്റാറിലുമാണ് അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ N2 പൈ സ്റ്റാർ ആൻഡ് പൈ ടു പൈ സ്റ്റാർ ആർ റെസ്പോൺസിബിൾ ഫോർ ദി കളർ ഇൻ പർട്ടിക്കുലർ കോമ്പൗണ്ട്സ്. അപ്പോൾ കോമ്പൗണ്ട്സിൽ ലൈറ്റ് അടിക്കുമ്പോഴേക്കും UV വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ പ്രത്യേക കളർ കാണിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു പൈ ടു പൈ സ്റ്റാർ ഓർ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, ക്രോമോഫോർ എന്നത് എന്താണ്? ക്രോമോഫോർ ഓപ്ഷൻ എ ലൈറ്റ് എമിറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ക്രോമോ എന്ന് പറയുന്നത് കണ്ടിട്ടാണ് അവർ ലൈറ്റ് എമിറ്റിംഗ് ഗ്രൂപ്പ് എന്നിട്ടേക്കുന്നത്. ഓപ്ഷൻ ബി കളർലെസ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ സിസ്റ്റം ദാറ്റ് അബ്സോർബ്സ് ലൈറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് ഇലക്ട്രോൺ സിസ്റ്റം ദാറ്റ് അബ്സോർബ്സ് ലൈറ്റ് എന്നുള്ളതാണ്. ക്രോമോഫോർ ഈസ് ഈക്വൽ ടു ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് ഉത്തരവാദിയായ ഇലക്ട്രോൺ സിസ്റ്റം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ C ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O, NO2, അരോമാറ്റിക് റിംഗ് ഇവയെല്ലാം ക്രോമോഫോറിന് ഉദാഹരണങ്ങളാണ്. ആറാമത്തെ ചോദ്യം, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അബ്സോർബൻസ് ഏറ്റവും കൂടുതൽ കാണിക്കാൻ സാധ്യതയുള്ളത്? ഓക്കെ, നമ്മൾ ഓൾറെഡി അതിൻ്റെ റഫ് കാൽക്കുലേഷൻ അല്ല റഫ് ആയിട്ടുള്ള ഒരു ടാബ്ലർ കോളം പഠിച്ചായിരുന്നു. ഓപ്ഷൻ എ ഹൈലി കോൺജുഗേറ്റഡ് കോമ്പൗണ്ട്, ഓപ്ഷൻ ബി സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി നോബൽ ഗ്യാസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും മാക്സിമം അബ്സോർബൻസ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അബ്സോർബൻസ് മാക്സിമം കാണിക്കാനുള്ളത് ഏതായിരിക്കും? ഹൈലി കോൺജുഗേറ്റഡ് കോമ്പൗണ്ട് ആണ്. അതിൻ്റെ അബ്സോർപ്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് എബവ് 300 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺജുഗേഷൻ കൂടുതലുള്ളപ്പോൾ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസും കൂടുതലായിരിക്കും. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ അബ്സോർബൻസും കൂടുതലായിരിക്കും. ഓക്കെ, ഹൈലി കോൺജുഗേറ്റഡ് സിസ്റ്റംസ് ആയിട്ടുള്ള ബീറ്റ കെരോട്ടിനൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സ്ട്രോങ്ലി അബ്സോർബ് ഇൻവിസിബിൾ റീജിയൻ ആൻഡ് ഇറ്റ് വിൽ അപ്പിയർ കളേർഡ്. ബീറ്റ കെരോട്ടിനൊക്കെ ഓറഞ്ച് കളറൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദേ വിൽ അബ്സോർബ് ഇൻവിസിബിൾ റീജിയൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്നത് എന്താണ്? ലാംഡ മാക്സ് കുറയുന്നു, ലാംഡ മാക്സ് സെയിം ആകുന്നു, ലാംഡ മാക്സ് കൂടുതൽ വേവ് ലെങ്ത്തിലേക്ക് നീങ്ങുന്നു, കളർ ചേഞ്ച് ഇല്ല. അപ്പം ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ച റെഡ് ഷിഫ്റ്റ് ആണ്. റെഡ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ലാംഡ കൂടുതലുള്ള ഏരിയയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ലാംഡ മാക്സ് കൂടുതൽ വേവ് ലെങ്തിലേക്ക് നീങ്ങുന്നു. ഓക്കെ, അപ്പോൾ ബാത്തോക്രോമിക് ഷിഫ്റ്റിൻ്റെ മറ്റൊരു പേരാണ് റെഡ് ഷിഫ്റ്റ്. കോൺജുഗേഷൻ കൂടുതലാകുമ്പോൾ ലാംഡോമാക്സ് കൂടുന്നു, കാണുന്നത് തന്നെ നീലത്തിൽ നിന്ന് ചുവപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാണിക്കും. അടുത്ത 8ാമത്തെ ചോദ്യം, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ബീർ-ലാംബർട്ട്സ് ലോ. അബ്സോർബൻസ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. അബ്സോർപ്റ്റിവിറ്റി A ഈസ് ഈക്വൽ ടു എപ്സിലൺ CN. കണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ഇറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ, വെയർ A is the absorbance, epsilon is the molar absorptivity, and C is the concentration, L is the path length. Used in the concentration estimation in UV visible. UV visible concentration കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ C ടേം ഇല്ല, C ടേമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീർ-ലാംബർട്ട്സ് യൂസ് ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം, കാർബണൈൽ ഗ്രൂപ്പ് കാണിക്കുന്നത് ഏത് ട്രാൻസിഷൻ ആണ്? കാർബണൈൽ ഗ്രൂപ്പ് കാണിക്കുന്നത് പൈ ടു പൈ സ്റ്റാർ ആണോ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണോ, N2 പൈ സ്റ്റാർ ആണോ, പൈ ടു N ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് N2 പൈ സ്റ്റാർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ ആയിരിക്കും കാർബണൈൽ ഗ്രൂപ്പ് കാണിക്കുന്നത്. കാർബണൈൽ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിൽ നമുക്കറിയാം C ഡബിൾ ബോണ്ട് O, അവിടെ ഓക്സിജനിൽ ആരുണ്ട്? ലോൺ പെയർ ഉണ്ട്. 2, 4, 6, 8. ഓക്കെ, ലോൺ പെയർ ഉണ്ട്. അവിടെ ഈ ലോൺ പെയർ എന്ത് ചെയ്യും? നോൺ ബോണ്ടിങ് ഓർബിറ്റലിൽ നിൽക്കുവാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് പൈ സ്റ്റാർ ട്രാൻസിഷനിലേക്ക് പോകും. വീക്ക് ആണ്, ബട്ട് വിസിബിൾ UV അബ്സോർപ്ഷൻ അറ്റ് നിയർലി 280 നാനോമീറ്ററിൽ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി
അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ട്രാൻസിഷൻ മെറ്റൽസിൽ നിന്നുള്ള കളർ ഏത് ട്രാൻസിഷൻ മൂലമുള്ളതാണ്? അത് DD ട്രാൻസിഷൻ ആണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. DD ട്രാൻസിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കളർ ചേഞ്ച് ഇൻ ട്രാൻസിഷൻ മെറ്റൽസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ അയൺസ് ലൈക്ക് കോപ്പർ 2+, Fe3+, ഇതിലൊക്കെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസിൽ ഒരു ഡി ഓർബിറ്റലിൽ നിന്ന് മറ്റേ ഡി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കാരണം എന്താ, ഡി ഓർബിറ്റൽസിൽ 5 ഡി ഓർബിറ്റൽസും ഡീജനറേറ്റ് ഡി ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ ഡി ട്രാൻസിഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കളർ ഇൻ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. ഓക്കെ, ഇനി അടുത്ത 11ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതലുള്ള എനർജി ആവശ്യപ്പെടുന്ന ട്രാൻസിഷൻ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സിഗ്മ ബോണ്ട്സ് ആർ വെരി സ്ട്രോങ്. ഫ്രം ദിസ് സിഗ്മ ടു ആൻറ്റിബോണ്ടിക് സിഗ്മ സ്റ്റാർ ഓർബിറ്റലിലേക്ക് എക്സൈറ്റേഷൻ എനർജി ഒത്തിരി കൂടുതലാണ്. ആൻഡ് ദി എനർജി ഓർഡർ, ഈ എനർജി ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കണം. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് ദ മോസ്റ്റ് ഹയസ്റ്റ് എനർജി ഉള്ള ട്രാൻസിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ N2 സിഗ്മ സ്റ്റാർ, പിന്നെ പൈ ടു പൈ സ്റ്റാർ, പിന്നെ N2 പൈ സ്റ്റാർ. ഓക്കെ, നമ്മൾ എവിടെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എടുത്ത് നോക്കിയാലും ഏത് ബുക്ക് റെഫർ ചെയ്താലും അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു എനർജി ഓർഡറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ലാംഡ മാക്സ് വാല്യൂ കൂടുന്നത് ഏത് ഷിഫ്റ്റിൻ്റെ ഉദാഹരണമാണ്? ഹിപ്സോക്രോമിക്, ബാത്തോക്രോമിക്, വൈബ്രോണിക്, ബ്ലൂ ഷിഫ്റ്റ്. വേഗം പറഞ്ഞേ. യെസ്, ബാത്തോക്രോമിക് ഷിഫ്റ്റാണ്. വലിയ വേവ് ലെങ്തിലേക്ക് ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, UV സ്പെക്ട്രത്തിൽ ഹൈപ്പർക്രോമിക് എഫക്റ്റ് കാണുന്നതിൻ്റെ പ്രധാന കാരണം? ഹൈപ്പർക്രോമിക് ആണ് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് C ആണ്. ഓക്സിലിയറി ഗ്രൂപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഹൈപ്പർക്രോമിക് എഫക്റ്റ് തരുന്നത്. ഓക്സോക്രോം ആയിട്ടുള്ള OH, NH2 ഇവ ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ ലൈൻ കൂടുന്നു. അങ്ങനെ നമുക്ക് ഹൈപ്പർക്രോമിക് എഫക്റ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഓക്സിലിയറി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓക്സോക്രോംസ് ആർ ദ റീസൺ ഫോർ ദി ഹൈപ്പർക്രോമിക് എഫക്റ്റ് ഇൻ UV സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോൺ. അങ്ങനെ നമ്മുടെ 14ാമത്തെ ചോദ്യത്തിലെത്തി. എ കോമ്പൗണ്ട് അബ്സോർബ്സ് അറ്റ് 480 നാനോമീറ്റർ. അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? അപ്പോൾ ഒരു കോമ്പൗണ്ട് 480 നാനോമീറ്ററിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കത് കളർ വീൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇൻ കളർ വീൽ. അപ്പോൾ നമുക്ക് റെഡ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത്. വിസിബിൾ കളർ ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ടു അബ്സോർബ്ഡ് വേവ് ലെന്ത്. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെന്തിൻ്റെ കോംപ്ലിമെൻ്ററി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന കളർ, അതായത് വിസിബിൾ കളർ എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. A compound strongly absorbs UV light at 260 nanometer. Most likely functional group ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 260 നാനോമീറ്ററിലാണ് ആ കോമ്പൗണ്ട് അബ്സോർബ് ചെയ്യുന്നത് UV ലൈറ്റ്. അപ്പോൾ നമുക്കറിയാം 200 to 400, 400 to 800. അതിനകത്ത് 400 to 800 എന്ന് പറയുന്നത് നമ്മുടെ വിബ്ജോറാണ്, വിസിബിൾ ലൈറ്റാണ്. അപ്പോൾ 260 നാനോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ CO ഗ്രൂപ്പ് ആയിരിക്കും. 260 നാനോമീറ്റർ നമ്മൾ നേരത്തെ ഒരു ടാബുലർ കോളം പഠിച്ചായിരുന്നു. അപ്പോൾ കാർബണേറ്റ് ഗ്രൂപ്പ് ഷോസ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ 260 to 290 നാനോമീറ്റർ അബ്സോർബ് സ്ട്രോങ്ലി ഇൻ UV. അപ്പോൾ UVയിലാണ് അത് കൂടുതലും സ്ട്രോങ് ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. 16ാമത്തെ ചോദ്യം, കോൺജുഗേഷൻ കൂട്ടുമ്പോൾ മോളിക്യൂളിൻ്റെ എനർജി ഗ്യാപ്പിന് എന്ത് സംഭവിക്കും? കൂടുവോ കുറയുമോ? കോൺജുഗേഷൻ കൂട്ടുമ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? കോൺജുഗേഷൻ കൂട്ടുമ്പോൾ ലാംഡ മാക്സ് കൂടുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കോൺജുഗേഷൻ കൂടുമ്പോൾ മോളിക്യൂളിൻ്റെ എനർജി ഗ്യാപ്പ്, ലാംഡ മാക്സ് കൂടുന്നുണ്ടെങ്കിൽ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കുറയുമായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, കോൺജുഗേഷൻ കൂടുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. കോൺജുഗേഷൻ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അവിടെ ഹോമോ ലൂമോ എനർജി ഗ്യാപ്പ് ഉണ്ടാവും, അത് കുറയും. ഹോമോ എന്ന് പറയുമ്പം ഹൈലി ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, ലൂമോ എന്ന് പറയുമ്പം ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ ഈ ഹോമോ ലൂമോ എനർജി ഗ്യാപ്പ് കുറയും എപ്പം? ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ അല്ലെങ്കിൽ കോൺജുഗേഷൻ കൂടുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ലോവർ എനർജി ഫോട്ടോൺ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ലാംഡ മാക്സ് കൂടും. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. കോൺജുഗേഷൻ കൂടുമ്പോൾ ലാംഡ മാക്സ് കൂടും അല്ലേ? ലാംഡ മാക്സ് കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എനർജി ഗ്യാപ്പ് കുറയണം. അപ്പോൾ എനർജി കൂടും. ഓക്കെ, ഗ്യാപ്പ് കുറയണം. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, UV വിസിബിൾ സ്പെക്ട്രത്തിൽ ബേസ് ലൈൻ നോയ്സ് കൂടുതലായാൽ തകരാറ് എവിടെയാണ്? ബേസ് ലൈൻ നോയ്സ് കൂടുതലായാൽ തകരാറുണ്ടാവുക?
ഓപ്ഷൻ എ കോൺസെൻട്രേഷൻ, ഓപ്ഷൻ ബി ലൈറ്റ് സോഴ്സ് സ്റ്റേബിൾ, ഓപ്ഷൻ സി പാത്ത് ലെങ്ത്, ഓപ്ഷൻ ഡി സ്ലിറ്റ് സൈസ്. അപ്പോൾ ലൈറ്റ് സോഴ്സ് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് നോയ്സ് ഉണ്ടാവുന്നത്. ബേസ് ലൈൻ ഫ്ലക്ച്വേഷന് കാരണം എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി സ്റ്റേബിൾ അല്ലെങ്കിലാണ്, അല്ലെങ്കിൽ ഡിറ്റക്ടർ പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഇൻസ്ട്രുമെൻറ്റ് ലെവൽ നോയ്സ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ സോഴ്സ് സ്റ്റേബിൾ ആയിരിക്കണം. നെക്സ്റ്റ് 18ാമത് ചോദ്യം, അരോമാറ്റിക് കോമ്പൗണ്ടിലുള്ള ലാംഡ മാക്സ് ഷിഫ്റ്റ് കോൺജുഗേഷൻ കൊണ്ടാണെങ്കിൽ അത് ഓപ്ഷൻ എ സോൾവെൻ്റ് എഫക്റ്റ്, ഓപ്ഷൻ ബി ബാത്തോക്രോമിക് എഫക്റ്റ്, ഓപ്ഷൻ സി ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്, ഓപ്ഷൻ ഡി ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. അപ്പോൾ നമുക്കറിയാം ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? റെഡ് ഷിഫ്റ്റ് ആണ്. റെഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ ലാംഡ മാക്സ്, അതായത് ലാംഡ ഹൈ വാല്യൂയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ടിലെ ലാംഡ മാക്സ് ഷിഫ്റ്റ് കോൺജുഗേഷൻ കൊണ്ടാണെങ്കിൽ അത് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ആയിരിക്കും. അരോമാറ്റിക് റിങ്സ് കോൺജുഗേറ്റ് ഗ്രൂപ്പ്സ് ചേർത്താൽ ലാംഡ മാക്സ്, റെഡ് ഷിഫ്റ്റ്, ബാത്തോക്രോമിക് ഷിഫ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. 19ാമത്തെ ചോദ്യം, യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് കണ്ടെത്താനാകാത്തത് ഏത്? ഫങ്ഷണൽ ഗ്രൂപ്പ്, കോൺജുഗേഷൻ, മോളിക്കുലർ വെയ്റ്റ്, കോൺസെൻട്രേഷൻ. ഇവിടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റാത്തത് മോളിക്കുലർ വെയ്റ്റ് ആണ്. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഗീവ്സ് ഇൻഫോ അബൌട്ട് എന്തിനെക്കുറിച്ചൊക്കെ തരുന്നുണ്ട്? ലാംഡ മാക്സിനെ കുറിച്ച് തരുന്നുണ്ട്, വിച്ച് മീൻസ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ഐഡിയ തരുന്നുണ്ട്, കോൺജുഗേഷനെ കുറിച്ച് ഐഡിയ തരുന്നുണ്ട്, കോൺസെൻട്രേഷനെ കുറിച്ച് ഐഡിയ തരുന്നുണ്ട് ബീർ-ലാംബർട്ട്സ് ലോ വെച്ചിട്ട്. പക്ഷെ മോളിക്കുലർ വെയ്റ്റിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പ്രോട്ടീൻ ഫോൾഡിംഗ്, ഓപ്ഷൻ ബി ഇലമെൻ്റൽ അനാലിസിസ്, ഓപ്ഷൻ സി കോൺസെൻട്രേഷൻ ഡിറ്റർമിനേഷൻ, ഓപ്ഷൻ ഡി ഗ്യാസ് ഡിറ്റക്ഷൻ. അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഡിറ്റർമിനേഷൻ വേണ്ടിയിട്ടാണ്. ബീർ-ലാംബർട്ട്സ് ലോ ഉണ്ടല്ലോ, അവിടെ കോൺസെൻട്രേഷൻ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബീർ-ലാംബർട്ട്സ് ലോ അലോസ് accurate quantitative analysis of solutions by measuring absorbance, especially in DNA, protein, nanoparticle detection, etc. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ആക്ച്വലി റിവിഷൻ സെഷനായിട്ട് വേണം യൂസ് ചെയ്യാൻ. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് ലാംഡ മാക്സ്, എന്താണ് ഹൗ ഇറ്റ് വേരീസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും, വാട്ട് ഈസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻ എ സെൻസ് ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നോക്കാം. NMR സ്പെക്ട്രോസ്കോപ്പി എന്നാൽ എന്ത്? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം NMR സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ച് നോക്കാം. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ സ്പിൻ സ്റ്റേറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിച്ച് റേഡിയോ ഫ്രീക്വൻസി എനർജി അബ്സോർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പി, അതായത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ടാകുന്നത്. അതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് C13 NMR സ്പെക്ട്രോസ്കോപ്പിയും അതുപോലെ തന്നെ H1 NMR സ്പെക്ട്രോസ്കോപ്പിയുമാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ NMR സ്പെക്ട്രോസ്കോപ്പിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ന്യൂക്ലിയ എന്ന് പറയുന്നത് നോൺ സീറോ സ്പിൻ ക്വാണ്ടം നമ്പറുള്ള ന്യൂക്ലിയസ് ആയിരിക്കണം. അതായത് 1/2 Hൻ്റെ സ്പിൻ നോക്കിക്ക് ഇവിടെ H1ൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഐ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. C13ൻ്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ തന്നെ നമുക്ക് F19, P31 ഇതൊക്കെ നമുക്ക് NMR ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസുകളാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ നോക്കാം. ന്യൂക്ലിയസ് വിത്ത് സ്പിൻ. അപ്പോൾ സ്പിന്നുള്ള ന്യൂക്ലിയസുകൾ മാഗ്നറ്റിക് മൊമെൻറ്റിന് കാരണമാവും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B0 നൽകുമ്പോൾ സ്പിൻ സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. റേഡിയോ ഫ്രീക്വൻസി RF നൽകി വൺ സ്പിൻ സ്റ്റേറ്റ് അനദറിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു സ്പിൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഈ ന്യൂക്ലിയസിനെ മറ്റൊരു സ്പിൻ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കാം, റെസൊണൻസ് കണ്ടീഷൻസ് നോക്കാം. ഡെൽറ്റ E =Hν which is equal to ഗാമ H B0 ആണ്. ഇവിടെ ഗാമ എന്ന് പറയുന്നത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ്. ന്യൂ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ റെസൊണൻസ് ആണ്. ഇനി നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് കെമിക്കൽ ഷിഫ്റ്റ് ഡോ ന്യൂ സാമ്പിൾ മൈനസ് ന്യൂ ഓഫ് TMS ഡിവൈഡ് ബൈ ന്യൂ സ്പെക്ട്രോമീറ്റർ ഇൻറ്റു 10⁻⁶ പാർട്സ് പെർ മില്യൺ. ഇവിടെ TMS എന്ന് പറയുന്നത് ടെട്രാമീഥൈൽസിലേൻ ആണ്, റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണ്. ഡോ എന്ന വാല്യൂ ഗീവ്സ് കെമിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ്. നമുക്കപ്പോൾ ഡോ വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. ടോ വാല്യൂ മെയിനായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യണിലാണ്. CH3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് NMR സ്പെക്ട്രോസ്കോപ്പിയാണ്, അതിനകത്ത് CH3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്
കെമിക്കൽ ഷിഫ്റ്റ് കാണിക്കുന്നത് 0.9 ppmലായിരിക്കും. CH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 1.3 OH അല്ലെങ്കിൽ NH ആണെങ്കിൽ 1 to 5 ആയിരിക്കും കാണിക്കുക ടോ വാല്യൂ. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണെങ്കിൽ 6 to 8, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 9 to 10, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 10 to 13 ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. കെമിക്കൽ ഷിഫ്റ്റിന് കാരണമാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് കൂടും. ഡീഷീൽഡിങ് നടക്കുമ്പോഴും കെമിക്കൽ ഷിഫ്റ്റ് കൂടും. കോൺജുഗേഷൻ അല്ലെങ്കിൽ അരോമറ്റിസിറ്റി കെമിക്കൽ ഷിഫ്റ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതും കെമിക്കൽ ഷിഫ്റ്റ് കൂട്ടും. ബ്രോഡ് ആൻഡ് വേരിയബിൾ സിഗ്നൽസ് തരും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ. ഇനി സിഗ്നൽ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ സ്പിൻ കപ്ലിംഗ് എന്നാണ് നോക്കാം. നെയ്ബറിംഗ് നോൺ ഇക്വലന്റ് പ്രോട്ടോൺസ് കോസസ് സിഗ്നൽ സ്പ്ലിറ്റിംഗ്. N+1 റൂളാണ്. നെയ്ബറിംഗ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ N+1 പീക്സ് ആയിരിക്കും കിട്ടുക. ഇപ്പം നോക്കിക്കേ, പ്രോട്ടോൺ ഓൺ നെയ്ബറിലുള്ള പ്രോട്ടോൺ ഇപ്പം നമുക്കറിയാം സി ഇങ്ങനെ പ്രോട്ടോൺ ഒന്നും ഇല്ലാത്ത കേസാണെങ്കിൽ അത് സിംഗ്ലറ്റ് ആയിരിക്കും കാണിക്കുന്ന സ്പ്ലിറ്റിംഗ്. ഇനി CH എന്ന് പറയുന്ന ഇങ്ങനൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഡബിളറ്റ് ആയിരിക്കും കാണിക്കുന്നത്. CH2 ആണെങ്കിൽ അത് എത്ര കാണിക്കും, എത്ര പീക്ക് കാണിക്കും, ട്രിപ്ലറ്റ് കാണിക്കും. ഇനി CH3 ആണെങ്കിൽ ക്വാർട്ടറ്റ് കാണിക്കും. അതായത് N+1 റൂളായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇൻ്റഗ്രേഷൻ നോക്കിയാൽ പീക്ക് ഏരിയ കൂടുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും കൂടും. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുമ്പോൾ പീക്ക് ഏരിയ ബോത്ത് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ NMR. ഡ്യൂട്ടറേറ്റഡ് സോൾവെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഡ്യൂട്ടറേറ്റഡ് സോൾവെൻറ്റ്സിൽ വരുന്ന ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാം H1 NMR ഉണ്ട്. അപ്പോൾ അവിടെ പ്രോട്ടോൺ കയറി കാണിക്കും. അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രോട്ടോൺ സിഗ്നൽസ് കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂട്ടറേറ്റഡ് സോൾവെൻറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. CdCl3, D2O, CdOD, CD3OD തുടങ്ങിയവയൊക്കെ. ഇനി TMS ടോ വാല്യൂ 0 ppm ആയിരിക്കും യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് റെഫറൻസ് കോമ്പൗണ്ട്. അതാണ് ട്രൈമീഥൈൽ സിലൈൻ എന്ന് പറയുന്നത്. ട്രൈമീഥൈൽ സിലൈൻ. നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ യൂസസ് നോക്കുവാണെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്ട്രക്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, നമ്പർ ഓഫ് ഹൈഡ്രജൻ എൻവയോൺമെൻറ്റ്, എത്ര ടൈപ്പ് എൻവയോൺമെൻറ്റ്സ് ഹൈഡ്രജൻ എൻവയോൺമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഐസോമർ ഐഡൻറ്റിഫിക്കേഷൻ, സ്റ്റഡി ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, ടോട്ടോമെറിസം. മെഡിസിൻസിലാണെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്ന MRI സ്കാനിങ്. അടുത്തായിട്ട് നമുക്ക് 20 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് NMR സ്പെക്ട്രോസ്കോപ്പിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ വരാം. ഓൾമോസ്റ്റ് സിമ്പിൾ ഈസി മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ശ്രദ്ധിച്ചോണേ. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏത് റീജിയനിലാണുള്ളത്? ഏത് റീജിയനാണ്? റേഡിയോ ഫ്രീക്വൻസി. NMR റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി 62,000 MHz ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ സ്പിൻ സ്റ്റേറ്റ് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് 62,000 MHz ആയിരിക്കും. ഓക്കെ, NMR സ്പെക്ട്രോസ്കോപ്പിയിൽ മോസ്റ്റ് കോമൺലി സ്റ്റഡീഡ് ന്യൂക്ലിയസ് ഏതാണ്? C13, H1, N14, P31. H1 ആണ് കൂടുതലും H1 NMR ആണ് നമ്മൾ കൂടുതലും സ്റ്റഡി ചെയ്തിരിക്കുന്നത്. പ്രോട്ടോൺ NMR ആണ്. എവറി ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് ഹൈഡ്രജൻ, സിഗ്നൽ ഈസ് സ്ട്രോങ് ആൻഡ് സെൻസിറ്റീവ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിരിക്കുന്നത് H1 NMR ആണ്. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി ഡൈമീഥൈൽ സിലിക്കൺ ഓക്സൈഡ്, ഓപ്ഷൻ സി ട്രൈമീഥൈൽ സിലൈൻ, ഓപ്ഷൻ ഡി CdCl3. അപ്പോൾ ഇവിടെ ട്രൈമീഥൈൽ അല്ല, ടെട്രാമീഥൈൽ സിലൈൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ TMS ആണ്, ടെട്രാമീഥൈൽ സിലൈൻ ആണ്. TMSൻ്റെ സിമ്മട്രിക് സ്ട്രക്ചർ ആണുള്ളത്, വോളറ്റൈൽ ആണ്, കെമിക്കലി ഇനേർട്ട് ആണ്. ടോ വാല്യൂ എന്ന് പറയുന്നത് 0 ppm ആണ്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് ഫോർ ഓൾ കെമിക്കൽ ഷിഫ്റ്റ് മെഷർമെൻറ്റ്. വേറെ എവിടെയോ ഞാൻ ട്രൈമീഥൈൽ സിലൈൻ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ TMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടെട്രാമീഥൈൽ സിലൈൻ ആണ് കേട്ടോ. ടെട്രാമീഥൈൽ സിലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരിക. 4 CH3 ഗ്രൂപ്പ് ഉണ്ട്. ടെട്രാമീഥൈൽ സിലൈൻ ആണ് നമ്മുടെ TMS വിച്ച് ഇസ് യൂസ്ഡ് ആസ് ദി സ്റ്റാൻഡേർഡ് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം. 3 നെയ്ബറിംഗ് പ്രോട്ടോൺസ് ഉള്ള ഹൈഡ്രജൻ എത്ര പീക്ക് ഉണ്ടായിരിക്കും? 3 നെയ്ബറിംഗ് പ്രോട്ടോൺസ് ആണെങ്കിൽ N+1 റൂൾ അനുസരിച്ച് 3+1 ആയിരിക്കും 4. കറക്റ്റ് ആൻസർ ബി ആയിരിക്കും. N+1 റൂൾ അനുസരിച്ചിട്ട് 4 പീക്ക് ഉണ്ടാവും. അതായത് ക്വാർട്ടറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി 5ാമത്തെ ചോദ്യം. ആൽഡിഹൈഡ് പ്രോട്ടോണിൻ്റെ ടിപ്പിക്കൽ ടോ വാല്യൂ എത്രയാണ്? നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് പ്രോട്ടോണിൻ്റെ ടിപ്പിക്കൽ ടോ വാല്യൂ 9 to 10 പൈക്കോമീറ്റർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ആൽഡിഹൈഡ് പ്രോട്ടോൺസ് ഡീഷീൽഡഡ് ആണ്. ഡീഷീൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോ വാല്യൂ കൂടും ഡ്യൂ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് C ഡബിൾ ബോണ്ട് ഓഫ് ഗ്രൂപ്പ്. അതുകൊണ്ട് സിഗ്നൽ ഡൗൺ ഫീൽഡ് ആയിരിക്കും, 9 to 10 പൈക്കോമീറ്റർ ആയിരിക്കും.
അടുത്ത നമ്മുടെ ആറാമത്തെ ചോദ്യം CH3 ഗ്രൂപ്പിൻ്റെ ടിപ്പിക്കൽ സിഗ്നൽ ടോ വാല്യൂ എത്രയാണ്? CH3 ഗ്രൂപ്പിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 0 to 1 പാർട്സ് പെർ മില്യൺ ആയിരിക്കും. CH3 പ്രോട്ടോൺസ് ഷീൽഡഡ് ആണ്, അപ്പിയർ അപ്ഫീൽഡ് ആയിരിക്കും, 0.9 പാർട്സ് പെർ മില്യൺ ഒക്കെ ആയിരിക്കും ആക്ച്വലി കാണിക്കുന്നത് ടിപ്പിക്കൽ ഫോർ മീഥൈൽ പ്രോട്ടോൺസ്. ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആകുന്ന ന്യൂക്ലിയൈ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കാനാകുമോ? നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഹാഫ് ഉള്ളതാണ് നമ്മൾ മെയിനായിട്ടും I = 1/2 ആണ് നമ്മൾ മെയിനായിട്ടും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓൾവേസ്, നെവർ, ഡിപ്പെൻഡ് ഓൺ മാസ് നമ്പർ, ഓൺലി ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. ഏതായിരിക്കും? നെവർ ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓൺലി ന്യൂക്ലിയർ വിത്ത് നോൺ സീറോ സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഹാഫ് അല്ലെങ്കിൽ 1 ആവാം. എനിവേ നോൺ സീറോ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് നമ്മൾ NMR ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഇൻ്റഗ്രേഷൻ ഏത് വിവരമാണ് നൽകുന്നത്? ഓപ്ഷൻ എ മോളിക്കുലർ വെയിറ്റ്, ഓപ്ഷൻ ബി കെമിക്കൽ ഷിഫ്റ്റ്, ഓപ്ഷൻ സി പ്രോട്ടോൺ റേഷ്യോ, ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രോട്ടോൺ റേഷ്യോ ആണ് ഇൻ്റഗ്രേഷൻ തരുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ പീക്സിനടിയിലുള്ള ഏരിയ ആണ്. ഇറ്റ് ഗീവ്സ് റിലേറ്റീവ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കറസ്പോണ്ടിങ് ടു ഈച്ച് സിഗ്നൽ. ഓരോ സിഗ്നലിലുമുള്ള റിലേറ്റീവ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും തരിക. ഒൻപതാമത്തെ ചോദ്യം, അരോമാറ്റിക് പ്രോട്ടോൺസ് എവിടെയാണ് ടോ വാല്യൂ കാണിക്കുന്നത്? അരോമാറ്റിക് പ്രോട്ടോൺസ് 6 to 8 പാർട്സ് പെർ മില്യൺ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അരോമാറ്റിക് പ്രോട്ടോൺസ് എക്സ്പീരിയൻസ് റിംഗ് കറന്റ് ഡീഷീൽഡിംഗ് ടോ വാല്യൂ കാണിക്കുന്നത് നിയർലി 6 to 8 പാർട്സ് പെർ മില്യൺ ആയിരിക്കും. പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡ്യൂട്ടറേറ്റഡ് സോൾവൻസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും? ഡ്യൂട്ടറേറ്റഡ് സോൾവൻസ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എക്സ്പെൻസീവ്, ഓപ്ഷൻ ബി ഇംപ്രൂവ് റെസൊല്യൂഷൻ, ഓപ്ഷൻ സി നോ ഇൻ്റർഫറൻസ് ഫ്രം സോൾവെൻറ്റ് പ്രോട്ടോൺസ്, ഓപ്ഷൻ ഡി ടു ഡിസോൾവ് പോളാർ കോമ്പൗണ്ട്സ് ഓൺലി. അപ്പോൾ ഇവിടെ ഇൻ്റർഫറൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സോൾവെൻറ്റ് പ്രോട്ടോൺസിൻ്റെ ഇൻ്റർഫറൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂട്ടറേറ്റഡ് സോൾവൻസ് ഉപയോഗിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ. 11ാമത്തെ ചോദ്യം, NMRൽ സിംഗ്ലറ്റ് സിഗ്നൽ കാണപ്പെടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ NMRൽ സിംഗ്ലറ്റ് സിഗ്നൽ കാണിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഇല്ല, ഓപ്ഷൻ ബി നോ നെയ്ബറിംഗ് പ്രോട്ടോൺസ്, ഓപ്ഷൻ സി കെമിക്കൽ ഷിഫ്റ്റ് ഇല്ല, ഓപ്ഷൻ ഡി ഹൈ പൊളാരിറ്റി. അപ്പോൾ നമ്മൾ N+1 റൂൾ ഓൾറെഡി പറഞ്ഞു. സിംഗ്ലറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ 0 നെയ്ബറിംഗ് പ്രോട്ടോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ നെയ്ബറിംഗ് പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവുക. ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 12ാമത്തെ ചോദ്യം, CH3CH2OH ഈഥൈൽ ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഏതാണ്? CH3CH2 ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈഥൈൽ ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം CH3CH2ൻ്റെ തൊട്ടപ്പുറത്ത് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ OH ഗ്രൂപ്പിൻ്റെ CH3CH2OH. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഈഥൈൽ ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ നോക്കുമ്പം ഓപ്ഷൻ എ സിംഗ്ലറ്റ് ട്രിപ്ലറ്റ്. സിംഗ്ലറ്റ് ട്രിപ്ലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തെറ്റാണ്. സിംഗ്ലറ്റ് വരുന്നില്ല. ഓക്കെ. ഇവിടെ CH3ക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള CH2 മൂലം ഈ CH3ക്ക് ഒരു ക്വാർട്ടറ്റ് വരും, ട്രിപ്ലറ്റ് വരും. ഇനി ഈ CH2ൻ്റെ നിയറസ്റ്റ് ഈ CH3 നിൽക്കുന്നത് കൊണ്ട് ഒരു ക്വാർട്ടറ്റ് വരും. അപ്പോൾ ട്രിപ്ലറ്റ് ക്വാർട്ടറ്റ് ആയിരിക്കും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. 2 1 3 ഇതിന് ക്വാർട്ടറ്റ്, 3 1 4 2 1 3 ഇതിന് ട്രിപ്ലറ്റ്, 3 1 4 ഇതിന് ക്വാർട്ടറ്റ് ആയിരിക്കും. അപ്പോൾ ട്രിപ്ലറ്റ് ക്വാർട്ടറ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. CH3 പ്രോട്ടോൺസ് നിയർ 2H ട്രിപ്ലറ്റ് ആയിരിക്കും, CH2 പ്രോട്ടോൺസ് നിയർ 3H ക്വാർട്ടറ്റ് ആയിരിക്കും. OH പ്രോട്ടോൺസ് ഓഫൻ അപ്പിയേഴ്സ് ബ്രോഡ് സിംഗ്ലറ്റ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. 13ാമത്തെ ചോദ്യം, C13 NMR ആൻഡ് H1 NMR സ്പെക്ട്രോസ്കോപ്പി തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി ഐസോടോപ്പ് സ്റ്റഡീഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. H1 NMR യൂസസ് പ്രോട്ടോൺ സിഗ്നൽ, C13 NMR യൂസസ് ലോ അബണ്ടൻസ് കാർബൺ 13 ആയിരിക്കും. ഫ്രീക്വൻസി, സെൻസിറ്റിവിറ്റി, എനർജി എല്ലാം ഡിഫർ ചെയ്യും. ഓക്കെ. 14ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ ഷോ ദി ഹയസ്റ്റ് ടോ വാല്യൂ ഇൻ H1 NMR? ഇതിനകത്ത് ഏതിനായിരിക്കും ഹയസ്റ്റ് ടോ വാല്യൂ ഉള്ളത്? ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ടോ വാല്യൂ കൂടും. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഇവിടെ CH3NO2-നാണ്. സോ അതുകൊണ്ട് ഇവിടെ നൈട്രോ ഗ്രൂപ്പ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഡീഷീൽഡിംഗ് ആണ്, ടോ വാല്യൂ കൂടുതലായിരിക്കും. 15ാമത്തെ ചോദ്യം, നമ്പർ ഓഫ് സിഗ്നൽസ് ഇൻ NMR സ്പെക്ട്രം ഓഫ് CH3 CH2 CH2 CH3. ബ്യൂട്ടൈനിലെ നമ്പർ ഓഫ് സിഗ്നൽസ് എത്രയായിരിക്കും? B2 ആയിരിക്കും. വിവരണം, ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നേരെ ഹാഫ് എടുത്താൽ ഇവിടെ CH3 CH2, ഇവിടെ CH2 CH3, രണ്ടിനും സിഗ്നൽസ് ഒന്നായിരിക്കും. കാരണം ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റ് എൻവയോൺമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ.
CH3, CH2, CH2, CH3. Exchangeable protons like OH, NH2, NH often give. Exchangeable protons ഷാർപ്പ് ഡബ്ലറ്റ് ആണോ തരുന്നത്, ബ്രോഡ് ഡബ്ലറ്റ് ആണോ തരുന്നത്, ബ്രോഡ് സിംഗ്ലറ്റ് ആണോ ട്രിപ്ലറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ എക്സ്ചേഞ്ചബിൾ പ്രോട്ടോൺ ആണെങ്കിൽ ബ്രോഡ് സിംഗ്ലറ്റ് ആയിരിക്കും തരുന്നത്. ബ്രോഡ് സിംഗ്ലറ്റ് ആയിരിക്കും എക്സ്ചേഞ്ചബിൾ പ്രോട്ടോൺസ് തരുന്നത് ഡ്യൂ ടു റാപ്പിഡ് എക്സ്ചേഞ്ച് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ്. OH, NH പ്രോട്ടോൺസ് ഗീവ് ബ്രോഡ് അൺസ്പ്ലിറ്റ് പീക്സ് ആയിരിക്കും കിട്ടുന്നത്. 17ാമത്തെ ചോദ്യം നമ്മളെ അവസാനം ഏകദേശം എൻഡിലേക്ക് പോവാണ്. TMSനെ സ്റ്റാൻഡേർഡായി സ്വീകരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എക്സ്പെൻസീവ്, വോളറ്റൈൽ, സിഗ്നൽ അറ്റ് എക്സ്ട്രീം അപ്ഫീൽഡ്, റിയാക്ട് ടു ദ വാട്ടർ. ഇവിടെ സിഗ്നൽ അറ്റ് എക്സ്ട്രീം അപ്ഫീൽഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. TMSൻ്റെ ടോ വാല്യൂ എന്ന് പറയുന്നത് 0 parts per million ആണ്. ഓൾ അതർ സിഗ്നൽസ് അപ്പിയർ ഡൗൺ ഫീൽഡ് ഫ്രം ദിസ് സിംപ്ലിഫൈസ് കാലിബ്രേഷൻ. 18ാമത്തെ ചോദ്യം ടിപ്പിക്കൽ ഫ്രീക്വൻസി യൂസ്ഡ് ഇൻ H1NMR സ്പെക്ട്രോസ്കോപ്പി. H1NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ടിപ്പിക്കൽ ഫ്രീക്വൻസി ഏതാണ്? 60 MHz ആണ്. H1NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 MHz ആണ്. H1NMR instruments commonly operate at 60, 90, 400, 600 MHz depending on the magnetic strength. വിച്ച് സോൾവെൻറ്റ് ഈസ് നോട്ട് ഡ്യൂട്ടറേറ്റ്? ഇതിനകത്ത് ഡ്യൂട്ടറേറ്റഡ് അല്ലാത്ത സോൾവെൻറ്റ് ഏത്? CCl4 ആണ് ഡ്യൂട്ടറേറ്റഡ് അല്ലാത്ത. ഡ്യൂട്ടറേറ്റഡ് എന്നുള്ളതിന് ഈ D ആണ് കാണിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും D ഉണ്ട്, CCl4ൽ മാത്രം D ഇല്ല. 20ാമത്തെ ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യം ഈ ഒരു സെഷൻ്റെ എൻഡിലുള്ള ചോദ്യമാണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്ക് ബേസ്ഡ് ഓൺ NMR പ്രിൻസിപ്പിൾ. NMR പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്ക് ഏതാണ്? ഓപ്ഷൻ എ PET, ഓപ്ഷൻ ബി CT, ഓപ്ഷൻ സി MRI, ഓപ്ഷൻ ഡി എക്സ്റേ. കറക്റ്റ് ആൻസർ ഈസ് MRI. അപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആണ് എനിക്കറിയാം, പക്ഷേ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു ഏരിയ അതിനകത്ത് 5 എണ്ണം വരുന്നുണ്ട്. ആ 5 എണ്ണത്തിനെ കുറിച്ച് ബ്രീഫ് ഐഡിയാസും അതിൻ്റെ 20 ക്വസ്റ്റ്യൻസ് വീതം മിനിമം ഇൻക്ലൂഡ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ലെങ്തി ആയതാണ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇത് മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തേക്കുക. പിന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇന്ന് 17ാം തീയതി ആയിട്ടുണ്ട്. August 6 ആണ് നമ്മുടെ എക്സാമിനേഷൻ. ഒരു കാരണവശാലും ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല. പിന്നെ ഞാൻ മാക്സിമം മൊഡ്യൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. സീ യു ഇൻ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.